തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനാകുന്ന യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. പ്രാർത്ഥനയോടുകൂടെ ഇന്ന് രാത്രി നമ്മളായിരിക്കണമെന്ന് ദൈവനാമത്തിന് ഓർപ്പിക്കട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നത് എബ്രായ ലേഖനത്തിലെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്, തേർഡ് വാർണിംഗ്. എന്താണ് ആ വാർണിംഗ് എന്ന് പറയുന്നത്? ആത്മീയമായിരിക്കുന്ന പക്വതയിലേക്ക്, ആത്മീയ വളർച്ചയിലേക്ക് നമ്മൾ കടന്നു വരണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. എന്തുകൊണ്ട് കടന്നു വരുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ കാരണം സ്ലോത്ത്ഫുൾനെസ്, അവരുടേതായിരിക്കുന്ന മന്ദീഭവിച്ച അവസ്ഥയാണ് അതിന് കാരണമായിരിക്കുന്നത്. എന്തുകൊണ്ട് മന്ദീഭവിച്ച അവസ്ഥ ഉണ്ടായി? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ പഠിക്കുവാൻ ഇടയായിത്തീർന്നത്, വാഗ്ദത്തം കൈവശമാക്കണമെങ്കിൽ, വാഗ്ദത്തം അവകാശമാക്കണമെങ്കിൽ പേഷ്യൻസ്, ക്ഷമ ആവശ്യമാണ്. എന്നാൽ പലപ്പോഴും ക്ഷമയോടുകൂടെ കാത്തിരിപ്പാൻ സാധിക്കാത്തത് കൊണ്ട് ഇത് നിസ്സാരമായിട്ട് വിട്ടുകളയുകയാണ്. അതുകൊണ്ട് അബ്രഹാമിനെ ഒരു അടയാളമായി കാണിച്ചുകൊണ്ട് എങ്ങനെ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു എന്നുള്ളത് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ചിന്തിച്ച്, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അവസാനിപ്പിക്കുവാൻ ഇടയായിത്തീർന്ന വിഷയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം എന്തുകൊണ്ട് അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു. പ്രധാനമായിട്ട് ദൈവം തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. 2, ദൈവത്തിൻ്റെ വചനം ഉറപ്പ് കൊടുത്തു. ഈ 2 കാരണങ്ങളാണ് ദൈവമക്കൾക്ക് ഉറപ്പായിട്ടുള്ളത്. എന്താണ് അതിന് സപ്പോർട്ടീവായിട്ടുള്ളത്? വാക്യം പറയുന്നു, ഒരിക്കൽ പോലും മാറിപ്പോകാത്തതും നിലനിൽക്കുന്നതുമായ ദൈവത്തിൻ്റെ വചനത്താൽ. അതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്. ഇന്ന് രാത്രിയിൽ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ അവസാന സബ്ജക്റ്റിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഇന്നുകൊണ്ട് ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നതിന് ആധാരമായിട്ട് എബ്രായ ലേഖനം 6-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ശബ്ദമുയർത്തി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ആ വാക്യം വായിക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 6, എബ്രായ ലേഖനം 6-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ബൈബിളില്ലാത്തവർ, അടുത്തിരിക്കുന്നവർ ദയവായിട്ട് ബൈബിൾ കാണിച്ചു കൊടുത്താട്ടെ. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആ വാക്യങ്ങൾ വായിക്കട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ വാക്യം 18-ാമത്തെ വാക്യപ്രകാരം പറയുന്നു, അങ്ങനെ നമ്മുടെ മുൻപിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ. അപ്പോൾ നമ്മുടെ മുൻപിൽ ഒരു പ്രത്യാശ വെച്ചിരിക്കുകയാണ്. ആ പ്രത്യാശയാണ് നമ്മൾ പിടിക്കുക. ശ്രദ്ധയോടുകൂടെ നിങ്ങളായിരുന്നാട്ട് ആ പ്രത്യാശയാണോ നമ്മൾ പിടിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്? എന്താണ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന പ്രത്യാശ? അതിൻ്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടെ കടന്നു വന്നാട്ട്. വേഴ്സ് 19, ശബ്ദമുയർത്തി ആരും ഒരാൾ വാക്യം വായിച്ചാട്ട്. 19-ാമത്തെ വാക്യം, ആ പ്രത്യാശ. അപ്പോൾ എന്താണ് ആ പ്രത്യാശയെന്ന് നമ്മൾ കാണുവാൻ പോകുകയാണ്. എന്തിനെക്കുറിച്ചാണ് ദൈവം ഇവിടെ പറയുന്നത്? ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ. ആ പ്രത്യാശ നമുക്കൊരു നങ്കൂരമാണ്. താഴോട്ട് അത് നിശ്ചയമാണ്, സ്ഥിരമായിട്ടുള്ളതാണ്, തിരശ്ശീലയ്ക്കകത്തേക്ക് കടക്കുന്നതാണ്. ഇതിൽ കൂടെ നമ്മൾ ഈ വാക്യത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. പ്രത്യാശ എന്ന് പറയുന്നത് തിരശ്ശീലയ്ക്കകത്തേക്ക് കടക്കുന്നതാകുന്നു. എന്താണ് തിരശ്ശീലയ്ക്കകത്തേക്ക് കടക്കുന്നത്? നമുക്കറിയാം, കർത്താവായ യേശു എവിടെ കടന്നുപോയി? സ്വർഗത്തിൽ പിതാവിൻ്റെ അടുക്കിലേക്ക് കടന്നുപോയി. അപ്പോൾ സമാഗമന കൂടാരത്തിന് 3 തട്ടുകൾ, 3 പ്രാകാരം, 3 സെപ്പറേഷനെ നമുക്ക് കാണുവാൻ സാധിക്കുമെങ്കിൽ, ആ പ്രാകാരം കഴിഞ്ഞ് വിശുദ്ധ സ്ഥലം കഴിഞ്ഞ് അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് കടന്നു ചെല്ലുന്ന സ്ഥലത്താണോ ദൈവം വസിക്കുന്നത്, ദൈവം ഇരിക്കുന്നത്. അവിടാണ് നിയമപ്പെട്ടകമുള്ളത്. അപ്പോൾ ഈ നിയമപ്പെട്ടകത്തിൻ്റെ മുൻപിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയാണ് തിരശ്ശീലയ്ക്കകത്തേക്ക് കടന്നു ചെല്ലുന്നത്. ആണ്ടിൽ ഒരിക്കൽ മാത്രം മഹാപുരോഹിതൻ കടന്നു ചെല്ലുന്ന ഒരു സ്ഥാനമാണ് അത്. എവിടെ? ദൈവത്തോടുകൂടെ ആയിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ദൈവദാസരിപ്പാരം പറയുകയാണ്, ആ പ്രത്യാശ എന്ന് പറയുന്നത് തിരശ്ശീലയ്ക്കകത്തേക്ക് കടക്കുന്നതാകുന്നു. എന്ന് പറഞ്ഞാൽ ആ തിരശ്ശീലയ്ക്കകത്തേക്ക് നമ്മൾ കടക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഏത് അവസ്ഥയാണ് ചൂണ്ടിക്കാണിക്കുന്നത്? നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണത്തെ ചൂണ്ടിക്കാണിക്കുന്നു. അഥവാ ഇവിടെ പ്രത്യാശ എന്ന് പറയപ്പെടുന്നത് നമ്മുടെ രക്ഷയാണ്. സാൽവേഷൻ, രക്ഷ. പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ സാൽവേഷൻ, രക്ഷയെ ചൂണ്ടിക്കാണിക്കുന്നു. എങ്ങനെയാണ് ഞാനത് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കി? തിരശ്ശീലയ്ക്ക് അകത്തേക്ക്
കടക്കുന്നതാകുന്നു. തിരശ്ശീലയ്ക്കകത്ത് ആരാ ഉള്ളത്? നമുക്കറിയാം, കർത്താവായ യേശു എവിടെയായിരുന്നു ഇന്ന്? സ്വർഗ്ഗത്തിൽ ദൈവത്തിൻ്റെ അടുക്കൽ. നമ്മൾ അവിടേക്ക് കടന്നു പോകുക എന്ന് പറഞ്ഞാൽ നമ്മുടേതായിരിക്കുന്ന രക്ഷയുടെ പൂർത്തീകരണം, അഥവാ കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്ത് വന്ന് യേശുവിനോട് നാം എടുക്കപ്പെട്ട് സ്വർഗ്ഗത്തിൽ ആയിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. അവിടെ കൊണ്ട് മാത്രമേ നമ്മുടെ പ്രത്യാശ പൂർണ്ണമായി തീരുകയുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ രണ്ട് കാര്യങ്ങൾ തന്നിരിക്കുന്നത്. ഒന്ന് പറഞ്ഞത് ദൈവം വാക്ക് മാറത്തില്ല എന്നും, രണ്ട് ദൈവത്തിൻ്റെ വചനം ആണയോടുകൂടെ ഉറപ്പ് തന്നിരിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ വചനം മാറത്തില്ലെന്നും. ഈ രണ്ട് കാരണങ്ങൾ മാറ്റമില്ലാത്തത് കൊണ്ട്, ഒന്ന് ദൈവം മാറുന്നില്ല, രണ്ട് ദൈവത്തിൻ്റെ വചനം മാറുന്നില്ല. ഇത് രണ്ടും മാറാത്തത് കൊണ്ട് എനിക്കും നിങ്ങൾക്കും ഉള്ളതായിരിക്കുന്ന രക്ഷയുടെ തിരശ്ശീലയ്ക്കകത്തേക്ക് കടക്കുന്നത്, അഥവാ നമ്മൾ ആ തിരശ്ശീലയ്ക്കകത്തേക്ക് കടക്കുവാൻ പോകുന്നത് അത് നിശ്ചയമാണ് എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു സംശയവും ആവശ്യമില്ല. ഒരു 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 ഡൗട്ടും അവിടെ ആവശ്യമില്ല. ആ വാക്യം പറയുന്നു അത് നിശ്ചയമാണ്, അത് നിശ്ചയമായി കടക്കും എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതലിന് ഉറപ്പോടുകൂടെ പറയുവാൻ സാധിക്കും, ഞാൻ സ്വർഗ്ഗത്തിൽ എൻ്റെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലും. ദൈവത്തിൻ്റെ മക്കൾ മനസ്സിലാക്കണം, രക്ഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്, നാം സ്വർഗ്ഗത്തിൽ കടക്കുക തന്നെ ചെയ്യും. അത് സ്ഥിരമാണ്, അതിന് യാതൊരു മാറ്റവും ഉണ്ടാകത്തില്ല. എന്നാൽ രണ്ടാമത് പറയുന്നത് അത് നിശ്ചയമായിരിക്കുന്ന കാര്യമാണ്, അതിനും ഒരു കൺഫേമായിട്ട് തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഒരു കൺഫേമായിട്ട് തന്നിട്ട് നമ്മൾ തിരശ്ശീലയ്ക്ക് അകത്തേക്ക് കടക്കുമെന്നുള്ളതിന് ഈ ദൈവത്തിൻ്റെ ദാസൻ എബ്രായ ലേഖന കർത്താവ് 4 കാരണങ്ങളെ, 4 എക്സാമ്പിൾസ്, 4 കാരണങ്ങളാണ് അതിന് പറയുവാൻ കാരണമായിരിക്കുന്നത്. പ്രത്യേകിച്ച് തൻ്റെ മുൻപിൽ ഒരു പിക്ചർ താൻ കാണുകയാണ്. നമുക്കറിയാം, വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു ഭാഗമുണ്ട്. അവിടെ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതുമ്പോൾ 1 തിമോത്തിയോസ് 1:19 വായിക്കുമ്പോൾ പറയുന്നു, ചിലർ വിശ്വാസം തള്ളിക്കളഞ്ഞ് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസ ജീവിത യാത്രയെ ഒരു കപ്പലിൻ്റെ യാത്രയോടുകൂടെ ചേർത്ത് ഉപമിക്കുകയാണ്. പലപ്പോഴും നമ്മൾ കാണുന്ന വേദപുസ്തകത്തിലെ ഒരു മനോഹാര്യം ഏതാണ്? വേദപുസ്തകത്തിലെ പല കാര്യങ്ങളും ഒരു പടം രൂപേണ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ നല്ലപോലെ പൊരുതു എന്ന് പറയുമ്പോൾ ഒരു വലിയ യുദ്ധം ചെയ്തതായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടിനെ മുൻപിൽ കണ്ടുകൊണ്ടാണ് താൻ കാണുവാനിടയായി തീർന്നത്. ഇങ്ങനെയുള്ള ഒത്തിരി ഭാഗങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കുമെങ്കിൽ ഇവിടെ ഈ പറയപ്പെടുന്ന ഉറപ്പ് തിരശ്ശീലയ്ക്ക് അകത്തേക്ക് കടക്കുമെന്നുള്ളതിന് 4 കാര്യങ്ങളെയാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുക. 4 things. ഒന്ന് നോട്ട് ചെയ്താട്ട് ഈ 4 കാര്യങ്ങളെ അന്ന് ഞാൻ നിങ്ങൾക്ക് ആദ്യമായിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയങ്ങളിലേക്ക് കടക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. നോട്ട് ചെയ്താട്ട് ദ റിലയബിലിറ്റി ഓഫ് ദ ക്രിസ്ത്യൻ ഹോപ്പ് ഫിഗേഴ്സ് ഇൻ 4 എക്സാമ്പിൾസ്. 4 ഉദാഹരണങ്ങൾ കൂടെയാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഉറപ്പിനെ വെളിപ്പെടുത്തുന്നത്. ദ ഷുവറിറ്റി ഓഫ് ഗോഡ്സ് പ്രോമിസ്, of the surety of God's promise figures in 4 examples. 4 പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ കൂടിയാണ് ഇത് വെളിപ്പെടുത്തുവാൻ പോകുന്നത്. ഏതൊക്കെയാണ് ഉദാഹരണങ്ങൾ? വായിച്ചോട്ട്. ഒന്നാമത് 18ാമത്തെ വാക്യം, 18th verse. നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ഇന്ന് രാത്രി ആയിരിക്കണം. 18ാമത്തെ വാക്യം, ശരണത്തിനായി ഓടി വന്ന നാം. നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മൾ പഠിക്കുമ്പോഴും പ്രത്യേകിച്ച് ഇത് ഒരു പിക്ചറൽ വ്യൂ ആണ് നമ്മൾ കാണുന്നത്. നമ്മൾ നമ്പേഴ്സ് 35-ാം അധ്യായം ഇതിന് ആധാരമായിട്ടാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ നമ്മൾ കാണുന്നത് എ സിറ്റി ഓഫ് റെഫ്യൂജ്. ഇസ്രായേൽ മക്കൾക്ക് ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു വരുന്നതായിരിക്കും. ഒന്നാമത് ഒരു ഉദാഹരണമായി കൊടുത്തത് എ സിറ്റി ഓഫ് റെഫ്യൂജ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു സങ്കേത നഗരം, മലയാളം സങ്കേത നഗരം. നോട്ട് ചെയ്താട്ട് ഒന്നാമത് എക്സാമ്പിളായിട്ട് കൊടുക്കുന്നത് എ സിറ്റി ഓഫ് റെഫ്യൂജ്, ഒരു സങ്കേത നഗരം. രണ്ടാമത് അതിൻ്റെ 19ാമത്തെ വാക്യം, അത് രണ്ടാമത്തെ ആൻ ആങ്കർ, ഒരു നങ്കൂരമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നു. നങ്കൂരം, ആങ്കർ, ഒരു നങ്കൂരമായിട്ട് കാണുന്നു. 3 വേഴ്സ് 20, മുൻപ് കൂട്ടി എ ഫോറണ്ണർ,
മൂന്നാമത്തത് എ ഫോറണ്ണർ, മുൻപ് കൂട്ടി. നാലാമത്തത് എ ഹൈ പ്രീസ്റ്റ്. എ ഹൈ പ്രീസ്റ്റ്. 4 ഉദാഹരണങ്ങൾ കൂടെ, 4 ഉപമകൾ കൂടെയാണ് ഈ എബ്രായ ലേഖന കർത്താവ് ഈ വിഷയം ഉറപ്പാക്കുവാനായിട്ട് പോകുന്നത്. എന്താണ് സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അബ്രഹാമിൻ്റെ അനുഗ്രഹം പ്രാപിപ്പാനായിട്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് പ്രാപിക്കുമെന്നുള്ളതിൻ്റെ ഒരു ഉറപ്പ്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടിലേക്ക് നിങ്ങൾ കടന്നു വന്നാട്ട് എ സിറ്റി ഓഫ് റെഫ്യൂജ്. എ സിറ്റി ഓഫ് റെഫ്യൂജ്, സങ്കേത നഗരം. നിങ്ങൾ നോട്ട് ചെയ്താട്ട് ഈ വാക്യങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഇത് വായിക്കുക. നമ്പേഴ്സ് 35, ഡ്യൂട്രോണമി ചാപ്റ്റർ 19, ആവർത്തനം 19, ജോഷുവ ചാപ്റ്റർ 20 and 21. യോശുവയുടെ പുസ്തകം 20-21 വാക്യം. 4 ചാപ്റ്റേഴ്സാണ് ഇതിനാധാരമാണ് ഞാൻ തന്നത്. അതിൽ ഫസ്റ്റ് പാർട്ട് നമ്മൾ കണ്ടത് സംഖ്യാപുസ്തകം 35-ാം അധ്യായം, രണ്ടാമതായിട്ട് ആവർത്തനം 19-ാം അധ്യായം, മൂന്നാമതായിട്ട് ലേവ്യ പുസ്തകം, ജോഷുവയുടെ പുസ്തകം 20-21 അധ്യായം. എന്താണ് സങ്കേത നഗരം? ദൈവം ഇസ്രായേൽ മക്കൾക്ക് ഒരു കൽപ്പന കൊടുത്തു. അവരെ വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ, വാഗ്ദത്ത നാട്ടിൽ അവർ താമസിക്കുമ്പോൾ, ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത കനാൻ നാട്ടിൽ 3 പട്ടണങ്ങളെ വേർതിരിക്കണം. അതോടൊപ്പം തന്നെ യോർദാന് അക്കരെ അവകാശം പ്രാപിച്ചിരിക്കുന്നവരും 3 പട്ടണങ്ങളെ വേർതിരിക്കണം. ടോട്ടലി 6 പട്ടണങ്ങൾ ഇസ്രായേൽ മക്കളുടെ നടുവിൽ തന്നെ വേർതിരിക്കപ്പെട്ട പട്ടണങ്ങളാണ്. എന്തിനു വേണ്ടിയാണ് അത് വേർതിരിക്കപ്പെടുന്നത്? വേർതിരിക്കപ്പെടുന്ന കാരണം, ആരെങ്കിലും കരുതിക്കൂട്ടി ഒരാളെ കൊന്നാൽ ആ വ്യക്തിയെ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല, അവനെ കൊല്ലുക തന്നെ ചെയ്യണം. നമ്മൾ വായിച്ച വാക്യത്തിൽ നമ്മൾ ആ ഭാഗങ്ങൾ കാണുന്നുണ്ട്. കഴിയുന്നിടത്തോളം നേരത്തെ കടന്നു വരിക, വാക്യവായന നേരത്തെ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്, ഇവിടെ ആ 6 സങ്കേത നഗരങ്ങൾ, 3 യോർദാൻ അക്കരെയും 3 യോർദാൻ ഇക്കരെയും ഉള്ള 6 സങ്കേത നഗരങ്ങളായിട്ട് വെച്ചിരിക്കുമ്പോൾ, ഈ നഗരങ്ങളുടെ ആവശ്യമെന്ന് പറയുന്നത് കരുതിക്കൂട്ടാതെ അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാതെ അബദ്ധവശാൽ ഒരാൾ മരിച്ചുപോയി, മറ്റൊരാൾ കൊല്ലപ്പെട്ടുവെങ്കിൽ ആ കൊല്ലപ്പെട്ടവനെ കൊല്ലപ്പെട്ടവൻ്റെ ആൾക്കാർ ഈ കൊന്നവനെ കൊല്ലാതിരിക്കേണ്ടതിന് ഈ കൊന്നവൻ ഓടിപ്പോകേണ്ട ഒരു സ്ഥലമാണ് ഈ സങ്കേത നഗരം. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ ഒരിക്കൽ കൂടെ പറയാം. ഒരു അബദ്ധവശാൽ 2 പേര് മരം വെട്ടുവാൻ പോയി. മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ കോടാലി തെറിച്ച് മറ്റൊരാളുടെ ദേഹത്ത് മുട്ടി അവൻ കൊല്ലപ്പെട്ടു, മരിച്ചുപോയി. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ ആ കൊല്ലപ്പെട്ടതുകൊണ്ട് കൊല്ലപ്പെട്ടവൻ്റെ സഹോദരങ്ങൾക്ക് ഈ കൊന്നവനെ കൊല്ലുവാൻ അനുവാദമുണ്ട്. കാരണം കൊലയ്ക്ക് കൊലയാണ്, കണ്ണിന് പകരം കണ്ണ്. ഇതാണ് പഴയ നിയമത്തിൻ്റെ വ്യവസ്ഥയെങ്കിൽ ഈ വ്യവസ്ഥ വെച്ചുകൊണ്ട് ഈ വ്യക്തിയെ കൊല്ലുവാൻ ഇവർക്ക് അനുവാദമുള്ളപ്പോൾ ഇത് അബദ്ധവശാൽ ചെയ്തതാകൊണ്ട് ഇവരെ രക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് മനസ്സുണ്ട്. ആ പ്രത്യയമായിരിക്കുന്ന സമയത്ത് ഇവർ ചെയ്യേണ്ട കൊന്നവൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഈ സങ്കേത നഗരങ്ങളിലെ ഏതെങ്കിലും ഒരു പട്ടണത്തിലേക്ക് ഇവൻ ഓടിക്കടന്നു ചെല്ലുകയാണ്. ഓടിക്കടന്നു ചെന്നിട്ട് ആ പട്ടണത്തിലെ മൂപ്പന്മാരോട് തൻ്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഈ മൂപ്പൻ അവിടെ സ്ഥലം കൊടുക്കുകയാണ്. ഇവിടെ അവരെ സങ്കേത നഗരത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ, അവൻ്റെ മരണത്തിന് അവൻ വിധിക്കപ്പെട്ടവനാണെങ്കിലും മരിക്കുവാൻ അവൻ യോഗ്യനാണെങ്കിലും അവൻ്റെ മരണവിധി പരിപൂർണമായിട്ട് അവങ്കിൽ നിന്ന് മാറ്റപ്പെട്ട് അവൻ സുരക്ഷിതമായിട്ട് പാർക്കുന്ന ഒരു സ്ഥലമാണ് സങ്കേത നഗരം എന്ന് പറയുന്നത്. ചില പട്ടണങ്ങൾ സങ്കേത നഗരങ്ങളായി വേർതിരിക്കണം. യെസ്. സഭയുടെ മുൻപാകെ വിസ്താരത്തിൽ നിൽക്കുന്നത് വരെ അവൻ പ്രതികാരകന്റെ കൈയാൽ മരിക്കാതിരിക്കേണ്ടതിന്, അപ്പോൾ ഈ സങ്കേത നഗരത്തിലാണ് അവൻ വസിക്കേണ്ടത്. എന്തുകൊണ്ട്? ഈ സങ്കേത നഗരത്തിൽ വസിക്കുന്നിടത്തോളം കാലം പ്രതികാരകൻ ഇവനെ കൊല്ലുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇവൻ്റെ സുരക്ഷിതമായിരിക്കുന്ന ഒരു വാസസ്ഥലമാണ് ഈ സങ്കേത നഗരം എന്ന് പറയുന്നത്.
ഈവൻ അവൻ കൊലയ്ക്ക് വേണ്ടി അവൻ വിധിക്കപ്പെട്ടവനാണെങ്കിലും അവിടെ ആ സങ്കേത നഗരത്തിൽ ചെല്ലുന്നത് കൊണ്ട് അവന് രക്ഷപ്പെടുവാനായിട്ട് അവകാശമുണ്ട്. താഴോട്ട് വായിച്ചോട്ടത്. എന്താണ് ആ വ്യക്തി ചെയ്യേണ്ടത്? വായിച്ചോട്ട് അതിൻ്റെ 25 വാക്യത്തിലേക്ക്. ആവർത്തന പുസ്തകം 19 അധ്യായം എടുത്താട്ട്. ആവർത്തനം ചാപ്റ്റർ 19 അതിൻ്റെ 6 വാക്യം, വേഴ്സ് 6. പ്രൈസ് ഗാഡ്. ഇവിടെ ചെയ്യുവാൻ തക്കണ ദൈവം ആഗ്രഹിച്ചൊരു കാര്യമാണ്. ഇവൻ്റെ ഓടിക്കടന്നു പോയി നേരെ ആ സങ്കേത നഗരത്തിലേക്ക് കടന്നു ചെല്ലണം. അവിടെ കടന്നു ചെല്ലുമ്പോൾ അവൻ ആ പട്ടണത്തിലെ മൂപ്പനോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിന് ശേഷമായിട്ട് ഈ മൂപ്പൻ അവരെ അവിടെ താമസിപ്പിക്കുകയാണ്, സങ്കേതമായിട്ട് താമസിപ്പിച്ചതിന് ശേഷം ഇവർ എന്ത് ചെയ്യും? സഭയുടെ മുൻപാകെ ഇവൻ കൊണ്ടുവന്ന് വിധിക്കുമ്പോൾ അബദ്ധവശാൽ കൊന്നതാണെങ്കിൽ ഇവൻ രക്ഷപ്പെടുവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ആ ന്യായാധിപൻ എന്ന് പറയുന്നു അന്നത്തെ മഹാപുരോഹിതൻ്റെ, അന്നത്തെ അനോയിൻറ്റഡ്, അന്ന് ദൈവത്തിൻ്റെ വിശുദ്ധ സന്നിധാനത്തിൽ കടന്നുപോയി ശുശ്രൂഷ ചെയ്യുന്ന മഹാപുരോഹിതൻ്റെ കാലം വരെ, അദ്ദേഹത്തിൻ്റെ മരണം വരെ ഈ സങ്കേത നഗരത്തിൽ പാർക്കണം. അത് കഴിയുമ്പോൾ ഈ വ്യക്തിക്ക് പുറത്തേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കും. പിന്നീട് ഇവനെ കൊല്ലുവാൻ അനുവാദമില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ പറയുന്നു ശരണത്തിനായി നാം ഓടിച്ചെന്നുവെന്ന് പറയുക. എന്തോ ഈ പഴയ നിയമത്തിൽ ഒരു രക്തപ്രതികാരകനെ ഭയന്ന് തൻ്റെ താടിക്ക് ജീവന് വേണ്ടി വാഞ്ചയോടെ ഓടിക്കടന്നിരുന്ന ഒരു വ്യക്തിയെ പോലെയാണ് ഇവിടെ ഒരു ദൈവ പൈതൽ ഓടിക്കടന്നിരുന്നു. എന്തിനു വേണ്ടി കടന്നിരുന്നു? ശരണത്തിനായി നാം കടന്നു ചെല്ലുകയാണ്. ഒരു വലിയ ഒരു സുരക്ഷിതത്തിന് വേണ്ടി, ഒരു വലിയ സങ്കേതത്തിന് വേണ്ടി ദൈവ പൈതൽ കടന്നു പോകുകയാണ്. എങ്ങോട്ടാ കടന്നു ചെല്ലുന്നത്? ദൈവത്തിൻ്റെ സന്നിധാനത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്തിനു വേണ്ടിയാണ് കടന്നു ചെല്ലുന്നത്? രക്ഷപ്പെടുവാനായിട്ട് കടന്നു ചെല്ലുക എന്ന് പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത്, എനിക്കും നിങ്ങൾക്കും ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്, ദൈവം എന്ന് പറയുന്നത് ഒരു സങ്കേത നഗരം പോലെയാണ്. ഇസ്രായേൽ മക്കൾക്ക് രക്ഷപ്പെടുവാൻ പഴയ നിയമത്തിലൊരു സങ്കേത നഗരം ഉളവാക്കിയതുപോലെ, സങ്കേത നഗരം ഉണ്ടായിരുന്നത് പോലെ, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ ദൈവം അവർക്കൊരു പട്ടണം വേർതിരിക്കപ്പെട്ടതുപോലെ തന്നെ എനിക്കും നിങ്ങൾക്കും സുരക്ഷിതമായിട്ടുള്ള ഒരു അഭയസ്ഥാനമാണ് ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നതും ദൈവമെന്ന് പറയുന്നതും. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, സംഹാരകൻ നമ്മെ തുടർന്നെത്തി നമ്മെ കൊല്ലുവാൻ തക്കണം കടന്നു വരുമായിരിക്കാം. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ ദൈവത്തിൽ ആരാശ്രയിച്ചിട്ടുണ്ട്, ദൈവത്തിൻ്റെ വചനത്തിൽ ആര് ചാരിയിട്ടുണ്ട്, അവർ തീർച്ചയായിട്ടും വാഗ്ദത്തത്തിൽ തന്നെ ചെയ്യും. അവർ സുരക്ഷിതരായി ഇരിക്കുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ മക്കൾ, നിങ്ങൾ ഓർത്തുകൊള്ളണമേ, എല്ലാം വളരെയധികം ഒരു വലിയ കൊടുങ്കാറ്റടിക്കുമ്പോൾ ആ കൊടുങ്കാറ്റിൻ്റെ നടുവിൽ ഒരു പാറയുണ്ട്. ആ പാറയ്ക്കകത്തൊരു വിള്ളലുണ്ട്. ആ വിള്ളലിനകത്തിരിക്കുന്ന ഒരു പറവയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാമെങ്കിൽ അതിനെ ചുറ്റുപാടുമുള്ള യാതൊരു കൊടുങ്കാറ്റിനും അതൊരു ഭീതിയെ അല്ല. കാരണം അത് ഇരിക്കുന്നത് ഒരു പാറയുടെ ഉള്ളിലാണ് എന്ന് പറഞ്ഞാൽ ഒരു സുരക്ഷിതമായിരിക്കുന്ന സങ്കേതത്തിലാണ് ആ പറവയായിരിക്കുന്നുവെങ്കിൽ അതിനെ തൊടുവാൻ ഈ കൊടുങ്കാറ്റിന് സാധ്യമേ അല്ല. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വിധവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഞാനും നിങ്ങളും ആയിരിക്കുന്നത്, ദൈവത്തിൻ്റെ ദാസനിപ്പാരെ പറയുന്നു, ഞാനും നിങ്ങളും ആയിരിക്കുന്നത് ഒരു സങ്കേത നഗരത്തില്. എന്നെയും നിങ്ങളെ വെച്ചിരിക്കുന്നത് ഒരു സങ്കേത നഗരത്തില് എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും സുരക്ഷിതരായിട്ട് ദൈവം നമ്മെ വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു വലിയ സത്യം നമ്മൾ മറന്നു കളയരുത്. എന്നെയും നിങ്ങളെയും അവൻ വെച്ചിരിക്കുന്നത്. പ്രതികൂല കാറ്റുകൾ ഒത്തിരി ആഞ്ഞടിക്കുമായിരിക്കാം, പ്രശ്നങ്ങൾ ഒത്തിരി കടന്നു വരുന്നതുമായിരിക്കാം. എല്ലാം പ്രതികൂലമായിരിക്കുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, ഞാനും നിങ്ങളും ആയിരിക്കുന്നത് ഒരു സങ്കേത നഗരത്തില്. ഈ സങ്കേത നഗരത്തിനുള്ളിലേക്ക് കടന്നു വന്ന് ഒരു സംഹാരകനും എന്നെ തൊടുവാൻ സാധ്യമല്ല, നിങ്ങളെ തൊടുവാൻ. ദൈവത്തിൻ്റെ മക്കൾ മനസ്സിലാക്കണം, എന്നെയും നിങ്ങളെയും തൊടുവാൻ തക്കവണ്ണം ഒരു സംഹാരകനും സാധ്യമല്ല. എൻ്റെ പിന്നാലെ ഓടിക്കടന്നു വരുന്ന ഒരു ശക്തിക്കും സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ നിങ്ങളും ശരണത്തിനായിട്ട് കടന്നു ചെല്ലുന്ന ഒരു സ്ഥലമുണ്ട്. ഞാൻ നിങ്ങളും ആശ്രയമായിട്ട് കടന്നു പോകുന്ന ഒരു സ്ഥലമുണ്ട്. ആശ്രയത്തിൻ്റെ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എനിക്കവിടെ സുരക്ഷിത സ്ഥാനമാണ്.
ഇതാണ് മനോഹരമായിട്ട് പാട്ടുകാരൻ ഇപ്രകാരം പാടിയത്. ഹാ മനോഹരം യാഹേ നിൻ്റെ ആലയം. എന്താ അവിടെ പറയുന്നത്? അവിടെ പറയുന്നത് അവ കൂരികളിന് ഒരു കൂടും, മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എവിടെയാ കണ്ടെത്തിയ? സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിൻ്റെ യാഗപീഠങ്ങളെ തന്നെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ മനസ്സിലാക്കണമേ, ഞാനും നിങ്ങളും ഈ ദൈവത്തിൻ്റെ സങ്കേത നഗരത്തിലായിരിക്കുന്നുവെങ്കിൽ, ഈ സങ്കേത നഗരത്തിനുള്ളിൽ ഞാനും നിങ്ങളും ആയിരിക്കുന്നുവെങ്കിൽ, പ്രതികൂല കാറ്റുകൾ എത്രമാത്രം ആഞ്ഞടിച്ചാലും ഒരു കാര്യം സത്യം തന്നെയാണ്, എനിക്കും നിങ്ങൾക്ക് മുൻപുള്ള പ്രത്യാശ ഞാനും നിങ്ങൾ പ്രാപിക്കുക തന്നെ ചെയ്യും. എൻ്റെ വിഷയം നിങ്ങൾ മനസ്സിലാക്കണം. എനിക്കും നിങ്ങൾക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന പ്രത്യാശ ഞാൻ നിങ്ങൾ പ്രാപിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ എൻ്റെ രക്ഷ ഇടയ്ക്കിട്ടേച്ച് ഞാൻ പോകത്തില്ല. എൻ്റെ രക്ഷയുടെ അവസ്ഥയിൽ നിന്നോ ഞാൻ പിന്മാറ്റത്തിലേക്ക് കടന്നു പോകത്തില്ല. ഈ സുരക്ഷിതത്തിൽ ഞാൻ ആയിരിക്കുന്നിടത്തോളം കാലം എന്നെ വാക്ക് പറഞ്ഞ വിശ്വസ്തനാണോ അങ്ങ് കൊണ്ടെത്തിക്കുവാൻ ശക്തനാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കാണുന്ന കാഴ്ചകളെന്ന് പറയുന്നത് നമ്മുടെ സങ്കേത നഗരങ്ങളായിട്ട് നമ്മൾ കാണുമ്പോൾ ഭൗതിക വിഷയങ്ങളെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഭൗതിക വിഷയമല്ല നമ്മുടെ വിഷയം. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഇഷ്ടം പോലെ പ്രശ്നങ്ങളുണ്ടായി, ഇഷ്ടം പോലെ പ്രയാസമുണ്ടായി. എന്നാൽ ഒരു കാര്യം ദൈവം അവർക്ക് ചെയ്തു കൊടുത്തു. എന്താ ചെയ്തു കൊടുത്തെന്നറിയാമോ? വാഗ്ദത്ത കനാൻ നാട്ടിൽ അവരെ കൊണ്ടെത്തിച്ചു. ദൈവത്തിൻ്റെ വാക്ക് അതായിരുന്നു. ദൈവം അക്ഷരീയമായിട്ട് ആ വാഗ്ദത്തം നിറവേറ്റി. അതിൻ്റെ നടുവിൽ അവർക്ക് മന്നയില്ല, ആഹാരമില്ല എന്ന് ഒത്തിരി സമയങ്ങൾ കടന്നു വന്നു. അവരുടെ മോഹങ്ങൾക്ക് വേണ്ടി ഇറച്ചി ആഗ്രഹിച്ച സമയമുണ്ടായി. അവരെ സപ്പം കഴിച്ചിട്ടുള്ള സമയമുണ്ട്. അവരുടെ രോഗം കടന്നു വന്ന സമയങ്ങളുണ്ട്. ഇതെല്ലാം അവരുടെ മരുഭൂമി യാത്രയിൽ ഉണ്ടായിരുന്നെങ്കിലും ഒരു കാര്യം സത്യമാണ്, വിളിച്ചവൻ വാഗ്ദത്ത നാട്ടിൽ കൊണ്ടെത്തിച്ചിട്ടും മാത്രമേ അവൻ്റെ പദ്ധതി മാറിപ്പോയിട്ടുള്ളൂ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, നീ രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതലാകുന്നുവെങ്കിൽ, രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരങ്ങൾ നിന്നെ തന്നെ പരിപൂർണമായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, യേശു നിന്റെ സങ്കേതമായി തീർന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ പ്രതികൂലത്തിന് നിന്റെ രക്ഷയിൽ നിന്ന് നിന്നെ മാറ്റിക്കളയുവാൻ സാധ്യമല്ല. നിന്റെ ചുറ്റുപാടുകൾക്ക് നിന്റെ രക്ഷയിൽ നിന്നെ മാറ്റുവാൻ സാധ്യമല്ല. ഒരു പക്ഷങ്ങൾ നിന്റെ വീട്ടിലുള്ളവർ രക്ഷിക്കപ്പെട്ടവരല്ലായിരിക്കാം, പ്രതികൂലമായിരിക്കുന്ന പ്രവർത്തനങ്ങളായിരിക്കാം നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നത്. ഒരു പക്ഷേ ചുറ്റുപാട് നിൽക്കുന്ന സകല പ്രവർത്തനങ്ങളും നിന്റെ ആത്മീയ ജീവിതത്തിന് പ്രതികൂലമായിരിക്കുന്ന പ്രവർത്തനങ്ങളായിരിക്കും നിന്റെ മുമ്പിൽ കടന്നു വരുന്നത്. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ തീർച്ചയായിട്ട് പറയട്ടെ, നിശ്ചയമെന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്ന പറയട്ടെ, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ആര് ശരണത്തിന് വേണ്ടി കടന്നു ചെന്നിട്ടുണ്ട്, അവരെ ആരെയും ദൈവം തള്ളിക്കളയത്തില്ല. അവരെ ആരെയും ദൈവം തള്ളിക്കളയത്തില്ല. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അതെ, ഞങ്ങൾക്ക് ആ വലിയ ആ ശരണത്തിനായി ഓടിപ്പോകുന്നതായിരിക്കും ഞാൻ. എനിക്ക് കിട്ടി, എന്ത് കിട്ടി? ഒരിക്കൽ പോലും മാറിപ്പോകാത്തതും നിലനിൽക്കുന്നതുമായിരിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് എനിക്ക് കിട്ടിയത്. പ്രിയപ്പെട്ടവരെ, മറന്നു കളയരുത്. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വാഗ്ദത്തം എവിടെയായിരിക്കും അറിയാമോ? പ്രതികൂലങ്ങളുടെ നടുവിൽ സുരക്ഷിതമായിട്ട് ഇരിപ്പാൻ തക്കമുള്ള ഒരു സങ്കേത നഗരമാണ്. പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ സുരക്ഷിതമായി പാക്കുവാനുള്ള ഒരു സങ്കേത നഗരമാണ് ദൈവത്തിൻ്റെ വചനം, ദൈവം. രണ്ട് എന്തിനെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുക? രണ്ടാമത് കാണുന്നത് വായിച്ചോട്ട്, അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ എന്തായിരിക്കുന്നു? ഒരു നങ്കൂരം തന്നെ. അപ്പോൾ അത് നങ്കൂരമാണ്. ആ പ്രത്യാശ ഒരു നങ്കൂരമാണ്. എന്താണ് ആ പ്രത്യാശ? എപ്പോഴാണ് നിങ്ങൾക്കറിയാം? ഒരു നങ്കൂരം, ഒരു ആങ്കർ എപ്പോഴാണ് ഇടുന്നത് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ആ വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളൊന്ന് കൊണ്ടുപോയിട്ട് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുക. ഈ ഭൂമിയിലെ നങ്കൂരത്തെക്കാൾ, ഈ ലോകപരമായിരിക്കുന്ന ഒരു നങ്കൂരം ഇടുന്നതിനേക്കാൾ വിലയുണ്ട്, ഉറപ്പുണ്ട് ദൈവത്തിനും ദൈവത്തിൻ്റെ വചനത്തിനും എന്നുള്ളത് വേദപുസ്തകത്തിലൂടെ ഞാൻ പരിചയപ്പെടുത്തുവാൻ പോകുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന സുപരിതമായിരിക്കുന്നൊരു ഭാഗമുണ്ട്. ഒരിക്കൽ ഒരു ദൈവദാസന് യാത്ര തുടങ്ങി. അവൻ യാത്ര തുടങ്ങി, കൽപ്പൽ കൊണ്ടൊരു യാത്രയാണ്. മുൻപോട്ട് കടന്നുപോയി. ദൈവദാസന് പറഞ്ഞു, നമ്മളിപ്പോൾ യാത്ര തുടങ്ങരുത്, ശരിയല്ല, സമയം നല്ലതല്ല. എന്നാൽ കപ്പലിൻ്റെ ഉടമകളെല്ലാം കൂടെ വിളിച്ചു പറഞ്ഞു, ഇതാണ് നല്ല സമയം, നല്ല മന്ദമാരുതൻ അടിക്കുന്നുണ്ട്, ഇപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഉദ്ദിഷ്ട സ്ഥാനത്ത് കടന്നു ചെല്ലാമെന്ന് പറഞ്ഞുകൊണ്ട് യാത്ര തുടങ്ങി. അല്പം മുൻപോട്ട് കടന്നു ചെന്നു. ഒരു ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിക്കുവാൻ ഇടയായിത്തീർന്നു. എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയാം. ഈശാനമൂലൻ ഒന്നായിട്ട് അടിച്ച് ആ കപ്പലിനെ ആടി ഉലയ്ക്കുവാൻ ഇടയായിത്തീർന്നു. കപ്പലിലുള്ളവരെല്ലാവരും ചിന്തിച്ചു തങ്ങളെല്ലാവരും മരിച്ചു പോകുമെന്ന്. അവർക്ക് പകലോ രാത്രിയോ ഒന്നും അറിയുവാൻ സാധിക്കാതെ, സൂര്യനെയും വെളിച്ചത്തെയും കാണുവാൻ സാധിക്കാതെ നീണ്ട 14 ദിനരാത്രി
പാത്രങ്ങൾ അവർ കഴിച്ചുകൂട്ടി. ആഹാരം അവർ കഴിക്കുന്നില്ല. വളരെ ഭാരത്തോടുകൂടെ മുൻപോട്ട് കടന്നു പോകുകയാണ്. വേദന ഒന്നും അവർക്ക് ഒരു സുരക്ഷിതത്വമില്ല. ജീവിതത്തെക്കുറിച്ച് യാതൊരു പ്രതീക്ഷയും അവക്കില്ല. ചെന്നെത്തുമെന്ന് അവർക്ക് യാതൊരു ഉദ്ദേശമില്ല. ഇപ്രകാരമുള്ള പ്രതികൂലങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ ഇവരൊരു കാര്യം ചെയ്തു. ഇവരുടെ ആ കപ്പലിന് കരയ്ക്കടുക്കുന്നത് മനസ്സിലാക്കി 4 നങ്കൂരം ഇടുവാനിടയായിത്തീർന്നു. നങ്കൂരമിട്ട് ആ കപ്പൽ സുരക്ഷിതമായി നിൽക്കുക. എന്തിനാണ് നിങ്ങൾ നങ്കൂരം ഇടുന്നത് നിങ്ങൾക്കറിയാം. അതൊരു വലിയ വലിയ വെയിറ്റ് ആണ്. ഈ വെയിറ്റ് നേരെ ആ കടലിലേക്ക് താണോ, ആ കടലിലേക്ക് താണോ അതിൻ്റെ വെയിറ്റ് മുഖാന്തരമായിട്ട് കപ്പലിനെ വളരെ സ്റ്റേബിളായിട്ട് നിർത്തുന്ന ഒരു ജോലിയാണോ നങ്കൂരത്തിനുള്ളത്. അപ്പോൾ കപ്പൽ പുറത്തുള്ളതായിരിക്കുന്ന യാതൊരു പ്രതികൂലങ്ങളോ പുറത്തുള്ള ഈശാന മൂലനോ വളരെ ശക്തമായിട്ട് ഈ കപ്പലിനെ അടിച്ചാലും ഈ കപ്പൽ സുരക്ഷിതമായിട്ട് സേഫായിട്ട് നിൽക്കുവാനാണോ ഈ നങ്കൂരമിട്ടത്. ഈ 4 നങ്കൂരമിട്ട് അവർ സുരക്ഷിതമായി കിടക്കുന്നുവെന്ന് അവർ ചിന്തിക്കുന്ന സമയത്ത് പോലും അവർക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല. ആഹാരം കഴിക്കുന്നില്ല, പട്ടിണി കിടന്ന് മുൻപോട്ട് കടന്നു പോകുകയാണ്. എന്നാൽ ഈ നങ്കൂരത്തിൻ്റെ നടുവിൽ കിടക്കുമ്പോഴും അതിനു മുൻപായിട്ട് അതിനകത്തുണ്ടായിരുന്ന ഒരു ദൈവം ഒരു സ്വർഗ്ഗത്തിൽ ഒരു ദൂതനെ അയച്ച് ഒരു കാര്യം വെളിപ്പെടുത്തി. ഇപ്രകാരമാണ് പറഞ്ഞത്, പൗലോസേ, നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഞാനൊരു കാര്യം, നീ റോമൻ അധികാരികളുടെ മുൻപാകെ നിൽക്കേണ്ടതാകുന്നു. അതുകൊണ്ട് നിന്നോടുകൂടെയുള്ള എല്ലാ ജനത്തെയും ഞാൻ നിന്റെ കരങ്ങൾ തരുന്നു. ഒന്നുപോലും പൗലോസ് അവിടുന്ന് എഴുന്നേറ്റുന്നോട് പറയുന്ന ഒരു വേർഡുണ്ട്. അതേ പ്രിയ സഹോദരന്മാരെ, എൻ്റെ ഉടയവനാകുന്ന ഒരു ദൈവം കഴിഞ്ഞ രാത്രിയിൽ ദൈവം തന്നെ ദൂതനെ അയച്ചു ഒരു കാര്യം എന്നോട് പറഞ്ഞത്, ഞാൻ നിന്നെ ഇവിടുന്ന് സുരക്ഷിതമായിട്ട് രക്ഷപ്പെടുത്തും. ഈ കപ്പലിന് ഛേദം വരുമെന്ന് മാത്രമല്ലാതെ ആരുടെയും പ്രാണന് യാതൊരു ദോഷവും വരത്തില്ല എന്ന് സ്വർഗ്ഗത്തിലെ ദൈവം എന്നോട് കൽപ്പിച്ചു. എന്നിട്ട് പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നോട് ദൈവം എന്ത് അരുളി ചെയ്തുവോ അക്ഷരികമായിട്ട് അത് തന്നെ സംഭവിക്കും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ഞാൻ ഓർപ്പിക്കട്ടെ, 4 നങ്കൂരമിട്ട് കപ്പലിനെ ഈശാലമൂലൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുമാതിരി സേഫായിട്ട് നിർത്തിയെന്ന് അവർ ചിന്തിച്ചെങ്കിലും പട്ടിണി കിടന്ന് ഭാരപ്പെട്ടുകൊണ്ട് മുൻപോട്ട് കടന്നു പോകുമ്പോൾ ഈ 4 നങ്കൂരത്തിൻ്റെ വിലയല്ല. കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതൻ ഒരു ദൈവദാസന് പ്രത്യക്ഷനായി ദൈവദാസന് വെളിപ്പെട്ടുകൊണ്ട് ആ ദൈവദാസന്റെ വാക്കുകൾ കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 276 പേരും ബലപ്പെടുവാൻ കാരണമായി തീർന്നു. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു നങ്കൂരത്തിന്റെ വില കൊണ്ടല്ല അവർ ബലപ്പെടുവാൻ കാരണമായി തീർന്നത്. നങ്കൂരത്തിന് അപ്പുറമായിട്ട് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി, നങ്കൂരത്തെക്കാൾ അപ്പുറമായിട്ട് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി, അതാണ് അവിടെ വെളിപ്പെടുവാൻ കാരണമായി തീർന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ ഈ പറഞ്ഞു വരുന്ന മുഴുവൻ അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്താണ് ഇവിടുത്തെ വിഷയം എന്നാണെന്നറിയാമോ? ഈശാന മൂല കാറ്റ് ശക്തമായിട്ട് ആഞ്ഞടിക്കുന്ന സമയത്തും ഈ 4 നങ്കൂരമിട്ട് ആ കപ്പലിനെ സുരക്ഷിതമായി നിർത്തുവാൻ ശ്രമിക്കുവാൻ പറ്റാത്തതായ കാര്യമാണ് ദൈവത്തിൻ്റെ ഒരു വാക്കിൻ്റെ മുൻപിൽ ഒരു ദൈവദാസന് സാധിച്ചത്. എന്താ സാധിച്ചെന്നറിയാമോ? ഇത്രയും ജനത്തെ ബലപ്പെടുത്തി നിർത്തുവാൻ ആ ഒരു വാക്ക് മതിയായതായിരുന്നു. ഇത്രയും ജനത്തെ ശക്തിപ്പെടുത്തി നിർത്തുവാൻ ഈ വാക്ക് മതിയായതായിരുന്നു. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ മക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ലോകത്തിൻ്റെ നങ്കൂരത്തെക്കാൾ ഒരു നല്ല നങ്കൂരമാണ് എനിക്കും നിങ്ങൾക്കും തന്നിട്ടുള്ള ദൈവത്തിൻ്റെ വചനമെന്നുള്ളത് മറന്നു കളയരുത്. ദൈവത്തിൻ്റെ പ്രോമിസ് നമുക്ക് തന്നിട്ടുണ്ട്, ദൈവത്തിൻ്റെ വാഗ്ദത്തം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ വാഗ്ദത്തം എന്ന് പറയുന്നത് വെറുതെ ചപ്പുകൊട്ടയിൽ കൊണ്ടിടുവാനുള്ളതല്ല. പിന്നെയോ എനിക്കും നിങ്ങൾക്കും സുരക്ഷിതമാർഗ സങ്കേതമാണ്. നിനക്ക് പ്രതികൂലം കടന്നു വരുമ്പോൾ, ഭാരങ്ങൾ കടന്നു വരുമ്പോൾ, വേദനകൾ കടന്നു വരുമ്പോൾ, ലോകം നിന്നോട് പറയുന്നു ഇന്ന് നീ മരിച്ച് മാറ്റപ്പെടുന്നു പറയുമ്പോൾ, ദൈവത്തിൻ്റെ വിശുദ്ധ വചനം നിന്നെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. ദൈവം നിന്നെ ഫലമേൽപ്പിച്ച വേല തികയ്ക്കുന്ന നാൾ വരെ അവൻ നിന്നെ കൈവിടത്തില്ല. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ലോകത്തിന്റെ ഒരു ശക്തിക്ക് നിന്നെ തൊടുവാൻ സാധ്യമല്ല, ഒരു രോഗത്തിന് നിന്നെ തൊടുവാൻ സാധ്യമല്ല, ഒരു സാമ്രാജ്യങ്ങൾക്ക് നിന്നെ തൊടുവാൻ സാധ്യമല്ല. നീ ദൈവത്തിന്റെ പൈതലാകുന്നുവെങ്കിൽ, ദൈവത്തിന്റെ വചനം നിനക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വാക്ക് നിനക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും പ്രതികൂലമായിക്കൊള്ളട്ടെ, എന്നാൽ ഒരു നങ്കൂരത്തെക്കാൾ ശക്തമായിട്ട് എന്നെയും നിങ്ങളെ ഉറപ്പിച്ച് നിർത്തുന്നത് ദൈവത്തിന്റെ വചനമെന്ന് മറന്നു കളയരുത്. പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസ് പറയുകയാണ്, ഇതെൻ്റെ നങ്കൂരമാണ്, എൻ്റെ പ്രത്യാശയുടെ നങ്കൂരം. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ വാക്ക് ലഭിച്ചിട്ടുണ്ടോ? അത് എനിക്കും നിങ്ങൾക്കൊരു നങ്കൂരമായി തീരട്ടെ. ദൈവത്തിൻ്റെ വാക്കുതത്വം ലഭിച്ചിട്ടുണ്ടോ? അത് എനിക്കും നിനക്കൊരു നങ്കൂരമായി തീരട്ടെ. ചുറ്റുപാടുകളെ കാണുവാനല്ല പോകേണ്ടത്, ചുറ്റുപാടുകളെ കണ്ടിട്ട് പലതും പറയുവാനല്ല പോകേണ്ടത്. ആ കാലങ്ങൾ കഴിഞ്ഞു. നമ്മുടെ കാലം അതല്ല. നമുക്ക് ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. ദൈവം നമ്മോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അക്ഷരീയമായിട്ട് സംഭവിക്കും. നിങ്ങൾ എല്ലാവരും എടുത്താട്ട് അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായം
അധ്യായത്തിൻ്റെ ഒരു വാക്യം, എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടൊരു വാക്യം, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ആ വാക്യത്തിലേക്ക് ഒന്ന് വായിപ്പാനായിട്ട് ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. 27-ാം അധ്യായം, ആക്ട്സ് ചാപ്റ്റർ 27 വേഴ്സ് നമ്പർ 25. നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന വാക്യം വായിക്കുവാൻ പോകുക. അല്പം ശബ്ദമുയർത്തി ശക്തിയോടെ ആ വാക്യങ്ങൾ ഒന്ന് വായിക്കണം, അല്പം ശക്തിയോടെ. അതുകൊണ്ട് പുരുഷന്മാരെ, ഹല്ലേലൂയ, എന്നോട് അരുളി ചെയ്ത പോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. എവിടാ ഈ പറയുന്ന വേർഡ് എപ്പോഴാണെന്നറിയാമോ? ഈശാനമൂലൻ ആഞ്ഞടിക്കുമ്പോൾ, ഈശാനമൂലൻ അടിക്കുമ്പോൾ. കഴിഞ്ഞ 14 ദിവസമായിട്ട് രാത്രിയോ പകലോ കാണുവാൻ സാധ്യമല്ലാതെ ഒരു വല്ലാത്ത അവസ്ഥയിൽ കിടക്കുന്ന സമയത്ത്, മറ്റുള്ളവരെല്ലാം പട്ടിണി കിടന്ന് ഭാരപ്പെടുന്ന സമയത്ത്, വേദനയോടുകൂടി നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, തങ്ങളുടെ പ്രാണന്റെ രക്ഷയ്ക്ക് വേണ്ടി കപ്പലിനകത്തുള്ള ചരക്കൊക്കെയും താഴെ കടലിലേക്ക് വലിച്ചെറിഞ്ഞ് എങ്ങനെയെങ്കിലും കപ്പലിൻ്റെ ഭാരം കുറച്ച് രക്ഷപ്പെടുവാൻ സാധിക്കുന്നിടത്തോളം മാനുഷ്യമാരുടെ പ്രവർത്തനം കൊണ്ട് എന്തെല്ലാം ചെയ്താൽ രക്ഷപ്പെടുവാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കി അത് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു ദൈവദാസൻ ഇപ്രകാരം പറയുക, ഒരു പാവം പിടിച്ചൊരു ഒരുത്തൻ ഇപ്രകാരം പറയുക, ദൈവം എന്നോട് എന്തായാലും ചെയ്തുവോ അതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി ഒന്ന് വിശ്വസിക്കാമോ? എൻ്റെ ദൈവ പൈതലേ, നിന്നോട് ദൈവം എന്തരുളി ചെയ്തുവോ അതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ദൈവത്തിൽ വിശ്വസിച്ച് പറയുവാൻ സാധിക്കുമെങ്കിൽ, ഈ ലോകത്തിൽ ഞാൻ പറയട്ടെ, ഈ ലോകം കീഴ്മേൽ മറിഞ്ഞാലും നാം സുരക്ഷിതരായിരിക്കും. ഈ ലോകം കീഴ്മേൽ മറിഞ്ഞു പോയാലും നാം സുരക്ഷിതരായിരിക്കും. നിന്റെ വലതും ഇടത്തും 10,000 ആയിരങ്ങൾ 10,000 വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. എങ്കിലും അത് നിന്നോട്, നിങ്ങൾ മനസ്സിലാക്കണം, എന്നെ വിളിച്ചൊരു ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്, നിങ്ങളെ വിളിച്ച ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് എന്ന് പറയുന്ന വഴിയിൽ ഇട്ടേച്ച് മാറിപ്പോകുന്ന ഒരു പർപ്പസ് അല്ല ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചൊരു ഉദ്ദേശം എന്ന് പറയുന്നത്. അവൻ അങ്ങോട്ടെത്തിക്കുന്ന ദൈവമാണ്. രക്ഷയുടെ പൂർത്തീകരണത്തിൽ തിരശ്ശീലയ്ക്ക് അകത്തെ കടക്കുന്നതായിരിക്കുന്ന ഒരു ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു പദവിയിലേക്കാണ് ദൈവം എന്നെ വിളിച്ചുവെങ്കിൽ, എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ അക്ഷരീയമാണ് നടക്കുന്നതിനെ ചെയ്യും. എന്താ അതിന് തന്നിരിക്കുന്നത്? ലോകപ്രകാരം ഒരു നങ്കൂരമല്ല തന്നിരിക്കുന്നത്. ലോകത്തിൻ്റെ ഒരു നങ്കൂരം. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഒരു വ്യക്തിയെ കണ്ടപ്പോൾ എന്നോട് ഇപ്രകാരം പറഞ്ഞു, വളരെ നല്ലൊരു ദൈവവേദൽ, വളരെ ദൈവത്തിന് വേണ്ടി അത്യം പ്രയോജനപ്പെടുന്ന ഒരു ദൈവവേദൽ. ആ വ്യക്തി എന്നോട് ഇപ്രകാരം പറയുകയുണ്ടായി, പാസ്റ്ററെ, അനേക പ്രൊഫസി ഞങ്ങൾക്ക് കിട്ടി, ഞങ്ങൾ അതിൽ പരിപൂർണമായിട്ട് വിശ്വസിച്ചു. എന്നാൽ ആ പ്രവചനത്തിന് പ്രതികൂലമായിട്ട് എതിരായിരിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചു. ഈ വാക്ക് ഞാൻ കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഓർത്തു, എൻ്റെ ദൈവമേ, മനുഷ്യൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് ഇത്രമാത്രം വിശ്വസിച്ച് ഏറ്റെടുക്കുവാൻ സാധിക്കുമെങ്കിൽ അതിനേക്കാൾ എത്രമാത്രം വിശ്വസിക്കണം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വാഗ്ദത്തങ്ങൾ. ഇന്ന് മനുഷ്യന് വേണ്ടത് എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ വചനമല്ല. ഇന്ന് പുറമേയുള്ള മനുഷ്യൻ്റെ വാക്കിന് വേണ്ടി മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുക. പുറമേയുള്ള മനുഷ്യൻ്റെ നാവിൽ കൂടെ കടന്നു വരുന്ന, അത് തെറ്റോ ശരിയോ എന്നുള്ളത് പ്രശ്നമല്ല, അത് നാവിൽ കൊടുക്കുന്ന വാക്കിന് വേണ്ടി കാത്തിരിക്കുക. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ മക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഏറ്റെടുക്കണമെങ്കിൽ ഒരു മനുഷ്യൻ്റെ വാക്കല്ല ഏറ്റെടുക്കേണ്ടതോ, ദൈവത്തിൻ്റെ വചനം ഏറ്റെടുക്കുക. ദൈവത്തിൻ്റെ വചനം ഏറ്റെടുക്കുക. ഉറപ്പുണ്ടാകട്ടെ, നിനക്ക് തന്നെ ഒരു ഉറപ്പുണ്ടാകട്ടെ, ദൈവം എന്നോട് സംസാരിച്ചു, വെല്ലോനോട് സംസാരിച്ചു എന്നല്ല നീ പറയേണ്ടത്, ദൈവം എന്നോട് സംസാരിച്ചു, ദൈവം എന്നോട് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവം നമ്മളോട് എന്തെങ്കിലും സംസാരിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ വചനം വിട്ടേച്ച് ഒരിക്കലും ദൈവം സംസാരിക്കത്തില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ എന്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു അതിനോട് അനുകൂലമായിട്ട് മാത്രമേ, അതിനെ സപ്പോർട്ടീവായിട്ട് മാത്രമേ ദൈവം സംസാരിക്കുകയുള്ളൂ. ദൈവം എന്നോട് സംസാരിച്ചു ആരെങ്കിലും പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ വചനത്തിന് പ്രതികൂലമായിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു പക്ഷെങ്കിൽ അവർ ദൈവപദം അല്ലാത്തവരായതുകൊണ്ടല്ല, പിന്നെയോ മാനുഷികമാർക്ക് ബലഹീനത അവർ കടന്നു വരുന്നത്. ഇത് കേൾക്കുന്ന ഞാൻ നിങ്ങൾ അതെടുത്ത് വലിച്ചെടുത്ത് കളയുക എന്നുള്ളത് മാത്രമാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ഓർത്ത് നോക്കണമേ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, എന്ത് അവൻ എന്നോട് അരുളി ചെയ്തുവോ അതങ്ങനെ തന്നെ സംഭവിക്കും. എന്ത് ദൈവം എന്നോട് അരുളി ചെയ്തുവോ അത് സംഭവിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ പ്രതികൂലങ്ങൾ നടുവിൽ കിടക്കുമ്പോൾ ഈ കപ്പൽ ഈശാന മൂലം ആഞ്ഞടിച്ച് 14 ദിനരാത്രങ്ങൾ രാത്രിയും പകലും മനസ്സിലാക്കുവാൻ സാധിക്കാതെ കിടന്നു വലഞ്ഞതായിരിക്കുന്ന സമയത്ത് അതിനകത്തുണ്ടായിരുന്ന ഒരു ദൈവപൈതൽ ഞാനും നശിച്ചു പോയെന്ന് പറഞ്ഞുകൊണ്ട് വിലപിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു പൗലോസിനെ അല്ല നമ്മൾ കാണുന്നത്. എൻ്റെ ദൈവമേ, എന്താണ് ഇതിനകത്ത് നിന്റെ പർപ്പസ് എന്ന് മനസ്സിലാക്കുവാൻ ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അവിടെ കാണുന്നത്. മനസ്സിലായില്ലെന്ന് ഞാൻ വിശ്വസിക്കുക.
ഞാൻ പറഞ്ഞ എന്നാണെന്നറിയാമോ? 14 ദിനരാത്രങ്ങൾ അവിടെ കിടക്കുമ്പോൾ മാനുഷികമാർക്ക് രീതിയിലാണെങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കും, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിരാശപ്പെട്ട് പട്ടിണി കിടക്കേണ്ട ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല ഞാൻ അവിടെ പൗലോസിനെ കാണുന്നത്. ഞാൻ പൗലോസിനെ കാണുന്നത് ഈ പ്രതികൂലങ്ങൾ തൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവസന്നിധാനത്തെ മുട്ടുകളെ മടക്കിക്കൊണ്ട് ദൈവത്തോട് ആലോചന ചോദിപ്പാൻ പൗലോസിന് സാധ്യമായി. എൻ്റെ ദൈവമേ, എന്താണോ ഇത് സംഭവിച്ചത്? സ്വർഗ്ഗത്തിലെ ദൈവത്തിന് മുൻപിൽ ആലോചനയ്ക്ക് വേണ്ടി കടന്നു ചെന്നപ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് ഇപ്രകാരം തൻ്റെ ദാസനോട് പറഞ്ഞു, പൗലോസേ, നീ ഭാരപ്പെടേണ്ട കാര്യമില്ല, ഞാൻ നിന്നെ റോമയിൽ കൊണ്ട് നിർത്തുവാൻ പോകുകയാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു ആത്മീയ ദൂത്, ഒരു പ്രവചനത്തിൻ്റെ ദൂത് ഞാൻ ഇന്ന് രാത്രി നിങ്ങൾക്ക് തരട്ടെ. പ്രവചന ദൂത് മറ്റൊന്നുമല്ല, നിന്റെ പ്രതികൂലങ്ങളുടെ മത്തിൽ നിരാശപ്പെട്ട് കിടക്കുമ്പോൾ ഒരുപക്ഷെ ദൈവം നിന്നെ സഹായിച്ചില്ലെന്നിരിക്കുക, എന്നാൽ പ്രതികൂലങ്ങളുടെ നടുവിൽ നീ ആയിരിക്കുന്ന സ്ഥാനത്ത് മുട്ടുകളെ മടക്കി എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എൻ്റെ ജീവിതം സംഭവിച്ചു എന്ന് ചോദിക്കുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ദൈവം തൻ്റെ ദൂതനെ അയക്കുമെന്നുള്ളത് സത്യം തന്നെയാണ്. ദൈവം തൻ്റെ വചനം നിനക്ക് ഇവിടെ അയക്കുമെന്നുള്ളത് സത്യം തന്നെയാണ്. ദൈവം നിനക്ക് വെളിപ്പാടുകൾ തരുമെന്നുള്ളത് സത്യം തന്നെയാണ്. പലപ്പോഴും നമുക്ക് വേണ്ടത് എന്താണെന്ന് അറിയുമ്പോൾ ആ സാഹചര്യങ്ങൾക്ക് അനുകൂലമായിട്ട് അതിനെ സപ്പോർട്ടീവായിട്ട് മുൻപോട്ട് പോവുകയല്ല. സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കുമ്പോൾ എന്നെ വിളിച്ചവനാകുന്ന ദൈവമുണ്ട്. ആ ദൈവത്തിന് പർപ്പസ് ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ നിറവേറ്റാതെ അത് മുൻപോട്ട് പോകുകയില്ല. എനിക്ക് വളരെ സന്തോഷം തരുന്ന വാക്യമുണ്ട്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒത്തിരി പ്രതികൂലങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ഈ ലോകത്തിൽ മാറ്റപ്പെടേണ്ട പല സന്ദർഭങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. നിരാശയുടെ പടുകുഴിയിൽ പോകേണ്ട സമയങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ആ സമയങ്ങളൊക്കെയും എന്നെ പ്രധാനമായി ശക്തിപ്പെടുന്ന ഒരു വാക്യമുണ്ട്. ആ വാക്യം ഇപ്രകാരമാണ്. ദാവീദ് ശലോമോനോട് പറയുന്നൊരു വേർഡാണത്. ആ ശലോമോനോട് പ്രകാരം പറഞ്ഞു, എൻ്റെ പ്രിയ മകനാകുന്ന ശലോമോനെ, നിന്റെ ദൈവമായ യഹോവയുടെ ആലയത്തിലെ സകല വേലയും നിവർത്തിക്കുന്ന നാൾ വരെ ഞാൻ നിന്നെ കൈവിടുകയിൽ ഉപേക്ഷിക്കുകയില്ല. അന്ന് ദൈവം തന്ന വാഗ്ദത്തമാണ്. ഒരു കാര്യം ഞാൻ സത്യം പറയട്ടെ, ഇഷ്ടം പോലെ പ്രതികൂലങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. നിന്നയ്ക്ക് അപമാനത്തിന് വിഷയമായിരിക്കുന്ന പലതും കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ സ്വർഗ്ഗത്തിലെ ദൈവം ഇന്ന് വരെ കൈവിട്ടിട്ടില്ല, ഇന്ന് വരെ തള്ളിക്കളഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് തള്ളിക്കളഞ്ഞെന്നറിയാമോ? എന്തവൻ അരുളി ചെയ്തുവോ അത് സംഭവിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട, ഞാൻ വിശ്വസിക്കുന്നു, എന്തവൻ എന്നോട് അരുളി ചെയ്തിട്ടുണ്ട് അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും. ഇന്ന് സംഭവിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഒരു കാര്യം സത്യമാണ്, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണും, എൻ്റെ കൈ കൊണ്ട് ഞാൻ തിന്നും, എൻ്റെ ഹൃദയം കൊണ്ട് ചെറിയും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, എനിക്ക് അത് അനുഭവിപ്പാൻ ദൈവം എനിക്ക് തന്നിരിക്കുക. എന്താ പ്രത്യാശ എന്നറിയാമോ? രക്ഷയ്ക്ക് വേണ്ടി ദൈവം എന്നെ വിളിച്ചിരിക്കുന്നുവെങ്കിൽ ആ വിളിക്കപ്പെട്ടതായിരിക്കുന്ന രക്ഷ, ആ വിളിക്കപ്പെട്ടതായിരിക്കുന്ന അവസ്ഥ അവിടുന്ന് ദൈവം ഒരിക്കലും കൈവിട്ട് കളയുന്നതല്ല. ഒരു കൊച്ചു പെൺകുട്ടിയെ ക്യാൻസർ ബാധിച്ച് മരണത്തിൻ്റെ വിധി നിമിഷങ്ങൾ മുൻപിൽ കിടക്കുമ്പോൾ തൻ്റെ വീട്ടിൽ ആരെയും കാണുവാൻ സാധിക്കാതെ കിടക്കുന്ന സ്ഥാനത്ത് തൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ, എന്നെ ഇരുത്തുന്നത് വെളിയിലോട്ടൊന്ന് ഇരുത്ത്. ആ വീടിൻ്റെ വരാന്തയിൽ, ആ വിസിറ്റ് റൂമിൽ ആ കുഞ്ഞിനെ ഇരുത്തി. ആ ജനലിൻ്റെ കതക് തുറന്നിട്ട് വഴിയെ പോകുന്ന തൻ്റെ കൂട്ടുകാരെ സ്കൂളിൽ കടന്നു പോകുന്ന കാഴ്ച കണ്ടപ്പോൾ ആ പെൺകുട്ടി പാടിയ പാട്ടായത്, എൻ പ്രിയ നിൻ പൊൻകരം എന്നെ താങ്ങി നടത്തുന്നതാൽ ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളുടെ നടുവിൽ നാളെ എന്നുള്ള ദിവസം ഇല്ല എന്ന് ലോകം വിധി എഴുതിയപ്പോൾ ആ പെൺകുട്ടിക്ക് പാടുവാൻ സാധിക്കുമായിരുന്നു, നീ എൻ്റെ അമരക്കാരനായിട്ടുള്ളത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ദോഷം വരത്തില്ല. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, മറന്നു കളയരുത്. ആ പ്രത്യാശ എൻ്റെ ഒരു നങ്കൂരമാണ്. ആ പ്രത്യാശ എൻ്റെ ഒരു നങ്കൂരമാണ്. എന്നെ അതുകൊണ്ട് എന്താ വേണ്ടത്? നിരാശയുടെ കാലങ്ങൾ എടുത്ത് കളയുക. ദൈവം നിരാശയിൽ വസിക്കുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. പ്രത്യാശയിൽ ജീവിതത്തിന് ഭാവിയുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന ശുഭഭാവി വരുവാൻ പോകുന്നത്. ആ ശുഭഭാവിയെ മുൻപിൽ കണ്ടുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്താ രണ്ടാമത്തെ വിഷയം? ഈ പ്രത്യേകമായിട്ട് സ്ഥിരമായിട്ട് സുരക്ഷിതമായിട്ട് വാഗ്ദത്ത നാട്ടിൽ ചെന്ന് എത്തുമെന്നുള്ളൊരു ഉറപ്പ് നമുക്കൊരു നങ്കൂരം. ഈ ലോകത്തിലൊരു നങ്കൂരത്തെ എന്തിനു വേണ്ടി ഉപമിക്കുന്നുവോ അതിനനുസൃതമായിട്ട് ഇവിടെ നമ്മൾ കാണുകയാണ്. മൂന്നാമതായിട്ട് അതിൽ 20-ാമത്തെ വാക്യം വീണ്ടും വായിച്ചാട്ടോ. 20-ാമത്തെ വാക്യം, മുൻപ് കൂട്ടി. നമുക്ക് മുൻപ് കൂട്ടി. ഇംഗ്ലീഷ് ബൈബിൾ നിങ്ങൾ വായിക്കുമെങ്കിൽ നമ്മളവിടെ കാണുന്ന വേർഡ് എ ഫോർറണ്ണർ, എ മുന്നോടി. യേശു നമുക്ക് മുന്നോടി. എങ്ങോട്ട് പോയി യേശു മുന്നോടിയായിട്ട്? താഴെ ആ ഭാഗം ഒന്ന് വായിച്ചാട്ടുള്ളത്. നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു.
യേശു എവിടെയോ എൻട്രി ചെയ്തു. എങ്ങനെയാണ് എൻട്രി ചെയ്തത്? നമ്മളിവിടെ കാണുന്നു, മൽക്കിസദേക്കിൻ്റെ കവംപ്രകാരം എന്നേക്കും ഒരു മഹാപുരോഹിതനായി യേശു എങ്ങോട്ട് പ്രവേശിച്ചിരിക്കുന്നു? തിരശ്ശീലയ്ക്കകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. എവിടെ? സ്വർഗീയ തിരശ്ശീലയ്ക്കകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ആരായിട്ടാണ് യേശു കടന്നുപോയത്? പുതിയ നിയമത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിനെ 400 കാണിക്കുന്ന ഒരേ ഒരു വേദഭാഗമേ ഉള്ളൂ. ആ ഭാഗം ഇതാണ്. യേശു മുന്നോടിയായിട്ട് കടന്നുപോയി. എവിടേക്ക് യേശു കടന്നുപോയി? മുന്നോടിയായിട്ട് സ്വർഗത്തിലേക്ക് കടന്നുപോയി. ആർക്ക് മുന്നോടിയായിട്ട് അവൻ കടന്നുപോയി? എനിക്കും നിങ്ങൾക്കും മുന്നോടിയായി കടന്നുപോയി. എന്തിനാ എനിക്കും നിങ്ങൾക്ക് മുന്നോടിയായി കടന്നുപോയത്? ഒരു കാര്യം വെളിപ്പെടുത്താന്. അവൻ മുന്നോടിയായി കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ അവിടെ ചെല്ലുമെന്ന്. സന്തോഷമില്ല? അവൻ മുന്നോടിയായിട്ട് അവിടെ കടന്നു ചെല്ലുന്നതിന് കാരണം എന്നെയും നിങ്ങളെയും അവിടെ കൊണ്ടുചെല്ലുമെന്ന്. എനിക്കും നിങ്ങൾക്കും വേണ്ടി എന്താ അവൻ അവിടെ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. യോഹന്നാൻ 14 അധ്യായം 1 മുതൽ വാക്യങ്ങൾ വായിച്ചാട്ടെ. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ജോൺ 14 വേഴ്സ് 1 to 3. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ആ, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിനോ പിന്നെയും വന്ന് നിങ്ങളെ. അപ്പോൾ കർത്താവ് യേശു ഒരു 400 ഓടി. മുന്നോടിയായിട്ട് യേശു ഓടി. എങ്ങോട്ടാ യേശു? നിങ്ങൾക്കറിയാം, പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ മുന്നോടി എന്ന് പറയുന്നത് ഒരു ചീപ്പർ സ്റ്റേജാണ്, ഒരു വളരെ താഴ്ന്ന ഒരവസ്ഥയാണ്. നിങ്ങൾക്കറിയാം, ഒരു യോസെഫിനെ നമ്മൾ രാജാവായിട്ട് വാഴിക്കുമ്പോൾ, ഫറവോൻ്റെ രണ്ടാമനായിട്ട് വാഴിക്കുമ്പോൾ, ഫറവോൻ്റെ അധികാരികളോട് പറഞ്ഞു, നിങ്ങൾ അവൻ്റെ മുൻപേ ഓടിയിട്ട് പറയുക, ഈ യോസെഫ് ഇവിടുത്തെ മന്ത്രിയാണ്. അപ്പോൾ മുന്നോടിക്ക് എന്താ വിളിച്ചു പറയുന്നത്? വരുവാൻ പോകുന്ന ഒരാളെ വിളിച്ചു പറയുക. എന്നാൽ ഇവിടെ നമ്മുടെ അരുമരക്ഷിതാവായ യേശു എനിക്കും നിങ്ങൾക്കും മുന്നോടിയായിട്ട് സ്വർഗത്തിലേക്ക് കടന്നുപോയി. സ്വർഗത്തിൽ കർത്താവായ യേശു മുന്നോടിയായിട്ട് ഇരിക്കുന്നതിന് ഒരു കാരണം, യേശു പറഞ്ഞത്, ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് പറഞ്ഞാൽ, യേശു മുന്നോടിയായി പോയത് എന്നെ ചേർത്തുകൊള്ളുവാനാ. യേശു അങ്ങോട്ട് നേരത്തെ കടന്നു ചെന്നത് എന്നെ ചേർത്തുകൊള്ളുവാനാ എന്ന് പറഞ്ഞാൽ, ഞാൻ അവിടെ ചെല്ലും. കാരണം യേശു ഓൾറെഡി എന്ത് ചെയ്തു? അവിടെ ചെന്നെത്തി. നിങ്ങൾ മനസ്സിലാക്കണം, പഴയ നിയമത്തിൽ നമ്മൾ നോക്കിയാലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിന് മുൻപ് വരെയുള്ള കാലങ്ങൾ നമ്മൾ നോക്കിയാൽ, ഏത് വ്യക്തിയും മരിച്ചാൽ അവൻ പിന്നീട് അവൻ സംഭവിക്കുന്നത്, ഭൂമിക്കടിയുള്ളതായിരിക്കുന്ന അബ്രഹാം പിതാവ് ദൈവപൈതലാകുന്നുവെങ്കിൽ, അബ്രഹാം പിതാവിൻ്റെ മടിയാകുന്ന പർദീസിലേക്ക് കടന്നു പോകുന്നുവെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടെ യേശു മരിക്കുക മാത്രമല്ല ചെയ്ത് ഉയർത്തെഴുന്നേറ്റ മുഖാന്തരമായിട്ട് യേശു നേരെ അങ്ങ് സ്വർഗത്തിലേക്ക് കടന്നുപോയി. യേശു മരണത്തെ ജയിച്ച് സ്വർഗത്തിൽ കടന്നുപോയത് കൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും ഒരു പ്രത്യാശയുള്ളത്. ഞാനും നിങ്ങളും മരണത്തെ ജയിക്കും, ഞാനും നിങ്ങളും സ്വർഗത്തിൽ കടന്നു പോകും. യേശു സ്വർഗത്തിൽ പോയില്ലായിരുന്നുവെങ്കിൽ, മരണത്തെ ജയിച്ചില്ലായിരുന്നുവെങ്കിൽ, എനിക്ക് നിങ്ങൾക്കും ആ പ്രതീക്ഷയില്ല, പ്രത്യാശയില്ല. എന്നാൽ എൻ്റെയും നിങ്ങളുടെയും പ്രത്യാശയുടെ കാരണമെന്ന് പറയുന്നത്, കർത്താവായ യേശു മരിക്കുക മാത്രമല്ല, അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. അവൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കടന്നു പോയത് കൊണ്ട് ഒരു കാര്യം സത്യമാണ്, ഞാൻ ഇന്ന് മരിച്ചാലും കുഴപ്പമില്ല, ഒരു ദിവസമുണ്ട് എൻ്റെ യേശുവിനോടുകൂടെ എഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. എൻ്റെ പഴയ നിയമ വിശുദ്ധന്മാരായിക്കൊള്ളട്ടെ, പുതിയ നിയമ വിശുദ്ധന്മാർ, ഇന്ന് ലോകത്തിൽ നിന്ന് മരിക്കപ്പെട്ടവരായിക്കൊള്ളട്ടെ, അവർക്കൊരു വലിയ പദവി ഉണ്ട്. ഇന്ന് യേശു എവിടെ ആയിരിക്കുന്നുവോ ആ പ്രത്യേകമായ സ്ഥാനത്തേക്ക് അവർ കടന്നു ചെന്നിരിക്കുക. എവിടാ യേശു കടന്നു ചെന്നിരിക്കുന്ന അറിയാമോ? പിതാവിന്റെ വലത് ഭാഗത്ത് യേശു കടന്നു ചെന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് യേശു കടന്നു പോയിരിക്കുന്നു. ഇന്ന് പഴയ നിയമ വിശുദ്ധന്മാർ, പുതിയ നിയമ വിശുദ്ധന്മാർ ആരെല്ലാം മരിച്ചു പോയിക്കൊള്ളട്ടെ, അവർ ദൈവമക്കളാകുന്നുവെങ്കിൽ അവർ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുന്നു. യേശു ഇരിക്കുന്ന ഇടത്ത് അവർ കടന്നു പോകുന്നുവെങ്കിൽ ഒരു പ്രത്യാശയുണ്ട്, എനിക്കും നിങ്ങൾക്കും ഒരു മുന്നോടിയായിട്ട് ഒരു കർത്താവ് സ്വർഗത്തിലേക്ക് കടന്നുപോയത് കൊണ്ട് ഞാനും നിങ്ങളും അങ്ങോട്ട് കടന്നു പോകുക തന്നെ ചെയ്യും. വാഗ്ദത്തമാണ്, അത് ഉറപ്പാണ്. കാരണം അവൻ കടന്നുപോയതുകൊണ്ട് ഞാനും കടന്നു പോകും. അത് നമുക്കുള്ള ഉറപ്പാ. ദൈവത്തിൻ്റെ മക്കളെ മറന്നു കളയരുത്. എനിക്കും നിങ്ങൾക്കും ദൈവം ആ ഉറപ്പ് തന്നിരിക്കുക. അതെങ്ങനെ വെളിപ്പെടുത്തി? ഒരു 400 മുന്നോടിയായിട്ട് കർത്താവായ യേശു കടന്നുപോയി. ഒരു മുന്നോടിയായിട്ട് യേശു കടന്നു ചെന്നു. യേശു മുന്നോടിയായിട്ട് അവിടെ ചെന്നിട്ട് അവിടെ നമ്മളെ ക്ഷണിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, യേശു മധ്യാകാശത്ത് കടന്നു വരുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? എന്നെയും നിങ്ങളെ സ്വീകരിക്കുക. സന്തോഷമില്ല?
യേശു മധ്യാകാശം വരുന്ന എന്നെ നിങ്ങളെ സ്വീകരിക്കാനാണ്. നിങ്ങൾക്കറിയാം, അബ്രഹാമിൻ്റെ മകന് വേണ്ടി ഒരു ഭാര്യയെ എടുക്കുവാൻ കടന്നു വന്നപ്പോൾ ഇസ്ഹാക്ക് എന്ത് ചെയ്തു? ബെർലഹീരോയി മരുഭൂമിയുടെ മധ്യഭാഗത്ത് ഈ ഇസ്ഹാക്ക് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്തിനാ? അവളെ എതിരേൽക്കുക. എന്തിൻ്റെ ദൃഷ്ടാന്തമാണ്? കർത്താവായ യേശു ചെയ്യുവാൻ പോകുന്നതിൻ്റെ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ, യേശു എന്നെയും നിങ്ങളെ സ്വീകരിക്കുവാൻ യേശു മധ്യാകാശത്ത് കടന്നു വരുന്നു. ഹല്ലേലൂയ. യേശു അവിടെ ചെന്നു, അതുകൊണ്ട് ഞാൻ അവിടെ ചെല്ലും. യേശു അവിടെ എത്തി, അതുകൊണ്ട് ഞാൻ അവിടെ എത്തും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആരാശ്രയിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനത്തിൽ ആര് ചാരിയിട്ടുണ്ട്, അവർ അവിടെ കടന്നു തന്നെ ചെയ്യും. നാലാമത്തെ ദൃഷ്ടാന്തമായിട്ട് കാണിക്കുന്നത് വായിച്ചിട്ട് അതിൻ്റെ 20-ാമത്തെ വാക്യം വീണ്ടും ഒരിക്കൽ കൂടെ. ആസ് എ ഹൈ പ്രീസ്റ്റ്, കർത്താവായ യേശു ക്രിസ്തു ഒരു മഹാപുരോഹിതൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഇവിടെ നമ്മൾ കാണുന്നത് യേശു ഒരു മഹാപുരോഹിതനായി എവിടെ ചെന്നിരിക്കുക? അവിടെ പറയുന്ന വേർഡ് പ്രകാരമാണ് യേശു മൽക്കീസേദെക്ക്. അവിടേക്ക് യേശു മൽക്കീസേദെക്ക് പ്രകാരം എന്നേക്കും മഹാപുരോഹിതൻ, ഒരു ഇറ്റേണൽ ആയിട്ട് ഒരു മഹാപുരോഹിതനാണ്. യേശു എവിടെ നിൽക്കുന്നു? സ്വർഗ്ഗത്തിൽ നിൽക്കുക. എന്തിനാ യേശു നിൽക്കുന്നത്? നിങ്ങൾക്കറിയാം, യേശു ക്രിസ്തു അവിടെ ആയിരിക്കുന്നത് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുക? മധ്യസ്ഥ വഹിക്കുക. അതുകൊണ്ട് ഈ യേശു ആരെ സഹായിപ്പാൻ ശക്തൻ? നമ്മളെ സഹായിപ്പാൻ ശക്തൻ. നമ്മൾ എവിടെ ചെല്ലും? സ്വർഗ്ഗത്തിൽ ചെല്ലും. കാരണം യേശു നമ്മളെ സഹായിപ്പാൻ ശക്തൻ. എൻ്റെ ബലഹീനതകളിൽ അവൻ സഹതാപം കാണിപ്പാൻ കഴിയുള്ളവൻ. പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ. അതുകൊണ്ട് അവൻ പരീക്ഷിക്കപ്പെട്ടവനായി അവൻ ചെയ്തത് സ്വർഗ്ഗത്തിൽ ചെന്നെത്തിയത് കൊണ്ട് ഒരു കാര്യം തീർച്ചയാണ്, ഞാനും എവിടെ ചെല്ലും? സ്വർഗ്ഗത്തിൽ ചെല്ലും. എന്നേക്കും ഒരു മഹാപുരോഹിതനായി നിങ്ങൾ മനസ്സിലാക്കണം. എന്നേക്കും ഒരു മഹാപുരോഹിതനായി നിൽക്കുന്നുവെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇവിടെ പഴയ നിയമത്തിൻ്റെ ഒരു മഹാപുരോഹിതൻ ആണ്ടിൽ ഒരിക്കൽ മാത്രം ദൈവത്തിൻ്റെ കൃപാസനത്തിലേക്ക് കടന്നു ചെന്ന്, ദൈവത്തിൻ്റെ കൃപാസനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇരിപ്പിടം. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ഇരിപ്പിടത്തിലേക്ക് ഈ ലോകത്തിലെ ഒരു മഹാപുരോഹിതൻ കടന്നു ചെല്ലുന്നത് ആണ്ടിലൊരിക്കൽ. പിന്നെ ആർക്ക് വേണ്ടിയാണ് കടന്നു ചെല്ലുന്നത്? സകല ജനത്തെയും, ഇസ്രായേൽ മക്കളെ. നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിൻ്റെ തോളിൽ എന്തുണ്ട്? 2 ഗോമേദക കല്ലുകൾ. അതിനകത്ത് എന്തുണ്ട്? ഇസ്രായേൽ ഗോത്രം, 12 ഗോത്രങ്ങളുടെയും പേരുകൾ. അപ്പോൾ ഈ 12 ഗോത്രങ്ങളെയും വഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പ്രതിപുരുഷനായി, ഇസ്രായേൽ മക്കളുടെ ഒരു പ്രതിപുരുഷനായി ഈ അഹരോൻ ദൈവസന്നിധാനത്തിൽ പോയി നിൽക്കുന്നത് പോലെ അല്ല എൻ്റെ കർത്താവായ യേശു ഇന്ന് അവിടെ നിൽക്കുന്നത്. കാരണം അഹരോൻ പോയി നിൽക്കുന്നത് ഒരിക്കൽ പോയി നിന്നേച്ച് ഒരു ദിവസം പോയി നിൽക്കുന്നുവെന്ന് മാത്രമല്ല, നിങ്ങൾക്കറിയാം, ഈ പുള്ളി മരിച്ചോ ഇല്ലയോ എന്നുള്ളത് ഒരു വലിയ ഡൗട്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? കാലിലൊരു ചങ്ങലയൊക്കെ കെട്ടി അകത്തോട്ട് വിടുന്നത്. അങ്ങനെയാണെങ്കിൽ പുള്ളിയുടെ ഉദ്ദേശം എന്തായിരിക്കും എന്നറിയാമോ? എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോകണം, എത്രയും പെട്ടെന്ന് ജോലി തീർക്കണം, എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം. മനസ്സിലായില്ല. ഈ പുള്ളിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് അവിടെ പോയി കുറച്ചു നേരം ദൈവത്തിൻ്റെ സാന്നിധ്യമാണല്ലോ, ഒരല്പസമയം നീ സന്തോഷിക്കട്ടെ ഒന്ന് ചിന്തിക്കാനുള്ള മനസ്സാക്ഷിയൊന്നും മനസ്ഥിതിയൊന്നും ആക്കില്ല ഈ മഹാപുരോഹിതനില്ല. കാരണം ഈ പുള്ളി അകത്തോട്ട് ചെല്ലുന്നത് തന്നെ മരണഭീതിയോടാണ്. നേരത്തെ മരിച്ചുപോയ ചരിത്രങ്ങൾ തനിക്ക് പറയുവാനുണ്ട്. ആ കണക്കുകൾ തൻ്റെ മുൻപിലുണ്ട്. ഈ മരണഭീതിയോടുകൂടി അങ്ങോട്ട് ചെല്ലുമ്പോൾ തൻ്റെ ഏക ഉദ്ദേശം ഒന്നേ ഉള്ളൂ, താൻ അങ്ങോട്ട് ചെന്ന് ചെയ്യേണ്ട ജോലിയെല്ലാം ചെയ്തു തീർത്ത് എത്രയും പെട്ടെന്ന് വെളിയിലേക്ക് കടന്നു വരിക. എന്നാൽ ഈ മഹാപുരോഹിതൻ അങ്ങനെയുള്ളവനല്ല. ഈ മഹാപുരോഹിതൻ വല്ലപ്പോഴും ഒരിക്കൽ കടന്നു ചെന്ന് ചില സെക്കൻഡ് നിന്നേച്ച് ഓടിപ്പോകുന്ന ഒരു മഹാപുരോഹിതനല്ല എനിക്കും നിങ്ങൾക്കുമുള്ളത്. ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ എന്നേക്കും നിൽക്കുന്ന ഒരു മഹാപുരോഹിതൻ, ഈ മഹാപുരോഹിതൻ്റെ ആ സ്ഥാനം ഒരിക്കലും മാറ്റപ്പെടുന്നില്ല. ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ മഹാപുരോഹിതൻ നിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഈ മഹാപുരോഹിതൻ നിൽക്കുമ്പോൾ, ഈ മഹാപുരോഹിതൻ ഒന്ന് ചെയ്യുവാൻ സാധിക്കും. എനിക്കും നിങ്ങൾക്കും വേണ്ടി പക്ഷപാതം ചെയ്ത
പറയുന്നത്, എന്നെയും നിങ്ങളെ രക്ഷിപ്പാൻ അവൻ ശക്തനാണ്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ മക്കളെ ഓർക്കണമേ, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ വാക്ക് മാറത്തില്ല, ദൈവം വാക്ക് മാറത്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഈ മഹാപുരോഹിതനും പഴയ നിയമത്തിൻ്റെ മഹാപുരോഹിതനും തമ്മിൽ വേറെ വലിയ വ്യത്യാസമുണ്ട്. പഴയ നിയമത്തിൻ്റെ മഹാപുരോഹിതൻ അങ്ങോട്ട് ചെന്നിട്ട്, ഞാൻ പറയുണ്ട, ചില നിമിഷങ്ങൾ നിന്ന് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയൊക്കെയും ചെയ്ത് ഓടി വെളിയിലേക്ക് കടന്നു വരുമെങ്കിൽ, ഈ മഹാപുരോഹിതനെ കുറിച്ച് പറയുന്നത് അതല്ല. ഈ മഹാപുരോഹിതൻ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഇരിക്കുവാനായിട്ട് ഇടയായി തീർന്നവനാ. പഴയ നിയമത്തിൻ്റെ സമാഗുരുകാര്യങ്ങളോ അല്ലെങ്കിൽ യെരൂശലേം ദേവാലയമോ നമ്മൾ പഠിക്കുമ്പോൾ പരിശുദ്ധ സ്ഥലത്തൊരു കസേര ഇല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഇരിക്കാനായിട്ടൊരു ഇടം അതിനകത്തില്ല. അവിടെ എന്തേ ഉള്ളൂ, നിന്ന് ശുശ്രൂഷ ചെയ്യുക. എത്ര പ്രായമുള്ള മഹാപുരോഹിതനാട്ടിൽ വടി കുത്തിപ്പിടിച്ചാണ് അകത്ത് കടന്നതെങ്കിലും നിനക്കിരിക്കുവാൻ അവിടെ അനുവാദമില്ല. നീ അവിടെ ചെന്ന് നീ അവിടെ നിന്ന് ശുശ്രൂഷ ചെയ്ത് തിരികെ പോകണം. എന്നാൽ ഈ മഹാപുരോഹിതനൊരു പ്രത്യേകതയുണ്ട്. അവൻ അവിടെ നിൽക്കുന്നൊരു മഹാപുരോഹിതനല്ല, എന്നേക്കും ഇരിക്കുന്നൊരു മഹാപുരോഹിതനാണ്. എന്നേക്കും അവിടെ ഇരിക്കുക. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം അവസാന വാക്യത്തിലേക്ക്, മാർക്ക് ചാപ്റ്റർ 16 വേഴ്സ് നമ്പർ ലാസ്റ്റ് വേഴ്സ്, അവിടെ നമ്മൾ കാണുന്ന ഒരു ഭാഗം പ്രകാരമാണ്. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി. വായിച്ചാട്ട വാക്യം. സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ടു. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ വലത് ഭാഗത്ത് ഇരുന്നു. സീറ്റഡ് ഇരുന്നു എന്ന് പറഞ്ഞാൽ ആ വേല പരിപൂർണമായി തികച്ചു. റിഡംഷന്റെ എല്ലാ കാര്യങ്ങളും കർത്താവ് തികച്ചു. ഇനി യാതൊന്നും ചെയ്യുവാനില്ല. ഞാൻ ഓർപ്പിക്കട്ടെ, നമുക്കുള്ളൊരു മഹാപുരോഹിതൻ്റെ നമുക്കുള്ള ഒരു മഹാപുരോഹിതൻ്റെ പ്രത്യേകത, അവൻ എന്നേക്കും ഇരിക്കുന്നവനാണ്. എവിടെയാണ് ഇരിക്കുന്നത്? ദൈവസന്നിധാനത്തിൽ, ദൈവസാന്നിധ്യത്തിൽ. ഞാൻ ഓർപ്പിക്കട്ടെ, അതുകൊണ്ട് എന്തുണ്ട് എനിക്കുള്ള പ്രയോജനം? എൻ്റെ പ്രത്യാശ സ്ഥിരമായിട്ട് നടക്കുക തന്നെ ചെയ്യും. 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഈ പ്രത്യാശ നിറവേറ്റപ്പെടുന്നുള്ള ഒന്നാമത്തെ തെളിവെന്ന് പറഞ്ഞത് ഏതായിരുന്നു? കർത്താവായ യേശു, നമ്മളവിടെ കണ്ടത് ഒരു സങ്കേത നഗരം. 2 നമ്മൾ കാണുവാൻ ഇടയായി തീർന്നത് ഏതായിരുന്നു? നങ്കൂരം. 3 നമ്മൾ കണ്ടത് ഒരു ഫോർഹണ്ടർ. 4 നമ്മൾ കണ്ടത്. ഈ 4 കാര്യങ്ങൾ എന്നെ നിങ്ങളെ ഉറപ്പിക്കുന്നതാണ്. ഈ 4 കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നതാണ്. എന്താ ഉറപ്പ് തരുന്നത്? അവൻ വാക്ക് പറഞ്ഞതുപോലെ സംഭവിക്കും. അവൻ്റെ വാക്കുകൾ ഒന്നും മാറത്തില്ല. അങ്ങനെയെങ്കിൽ എന്താ എനിക്ക് നിങ്ങൾക്ക് വേണ്ടത്? അബ്രഹാം ചെയ്തതുപോലെ ആ വാഗ്ദത്തം ഒന്ന് ഏറ്റെടുത്ത്, വിശ്വാസത്താൽ ആ വാഗ്ദത്തങ്ങൾ നാവിൽ കൂടെ ഏറ്റു പറഞ്ഞ് അത് പ്രാപിക്കുന്നത് വരെ കാത്തിരിക്കുക. അത് പ്രാപിക്കുന്നത് വരെ കാത്തിരിക്കുക. ദൈവം നമ്മെ കൈവിട്ട് കളയത്തില്ല. ദൈവം നമ്മളെ തള്ളിക്കളയത്തില്ല. ദൈവം നമ്മളെ ഉപേക്ഷിക്കയില്ല. അവൻ വിശ്വസ്തനായ ദൈവമായതുകൊണ്ട്, അവൻ നിറവേറ്റുന്നൊരു കർത്താവായതുകൊണ്ട് അവൻ നിറവേറ്റുക തന്നെ ചെയ്യും. ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങളൊരു പദവിയിലേക്ക് നിങ്ങൾ ഉയർന്നു. ഏത് പദവിയിലേക്കാണെന്ന് അറിയാമോ? 7-ാം അധ്യായം 1-ാമത്തെ വാക്യം. 7-ാം അധ്യായം 1-ാമത്തെ വാക്യം. ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനുമായ മൽക്കിസദേക്ക്. വായിച്ചാട്ട് 5-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പകവാനുണ്ട്. മനസ്സിലായോ? നിങ്ങളുടെ മാന്യത കംപ്ലീറ്റ്ലി മാറി. ഇനി അടുത്ത ആഴ്ച നമ്മൾ മൽക്കിസദേക്കിലേക്ക് കയറുക. ഇടയ്ക്ക് വെച്ച് പൗലോസ് സ്റ്റോപ്പ് ചെയ്തതിന് കാരണം നിങ്ങൾക്ക് കേൾപ്പാനുള്ള കഴിവ് ആയിട്ടില്ല. 5-8 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേന് ഏകദേശം ആ ഒരലവിലേക്ക് ദൈവം നമ്മൾ, ഞാൻ പറഞ്ഞതല്ല, വേദവസ്തം പറയുന്നു അല്ലേ? ദൈവത്തിൻ്റെ വചനം അത് പറയുന്നത്. അന്ന് കേൾക്കാൻ മാന്യമുള്ളവരായത്. എന്നാൽ ഇപ്പോൾ ശാലേം രാജാവായിരിക്കുന്ന മൽക്കിസദേക്ക്, അടുത്ത ആഴ്ച മുതൽ നമ്മുടെ മൽക്കിസദേക്കിനെ നമ്മൾ രംഗപ്രവേശനം ചെയ്യുക. വളരെ പ്രാർത്ഥനയോടായിരിക്കണം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിലപ്പെട്ടതായിരിക്കുന്ന 4 കാര്യങ്ങൾ. 1, ഒരു സങ്കേത നഗരത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഒരു സങ്കേത നഗരത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. 2, എനിക്ക് ഒരു നങ്കൂരമുണ്ട്. എന്താ നങ്കൂരം? ദൈവം തന്ന വാഗ്ദത്തം. 3, എനിക്ക് വേണ്ടി ഒരു മുന്നോടി കടന്നു പോയിട്ടുണ്ട്. 4, നല്ലൊരു മഹാപുരോഹിതൻ സ്വർഗത്തിലുണ്ട്. ഇതിൽ കൂടുതൽ ഉറപ്പ് നമുക്ക് വേണോ? ഇതിൽ കൂടുതൽ ഉറപ്പ് നമുക്ക് വേണോ? ഇതെനിക്കും നിങ്ങൾക്കൊരു ഉറപ്പാകുന്നതിൽ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്, ഒരിക്കൽ കൂടെ ശക്തിയോടെ
അങ്ങനെയെങ്കിൽ എല്ലാവരും ഒന്ന് എഴുന്നേറ്റിട്ട് നമുക്ക് ഒരിക്കൽ കൂടെ ദൈവത്തെ ഒന്ന് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, പ്രിയ സഹോദര, ചുറ്റുപാടുകളിൽ നീ നോക്കേണ്ട കാര്യമല്ല, ഈശാന മൂലം നിന്റെ മുൻപിലോ ഒരു പ്രശ്നമല്ല, അത് ആഞ്ഞടിക്കട്ടെ, എങ്കിലും നിനക്ക് സ്ഥിരമായിരിക്കുന്ന നങ്കൂരമുണ്ട്, നിനക്കൊരു സങ്കേത നഗരമുണ്ട്. നിന്നെ മറ്റുള്ളവരെല്ലാം കൊല്ലുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നിന്റെ പിന്നാലെ ഓടി വന്നാലും സഹോദര സഹോദരി, നീ ഭയപ്പെടേണ്ട കാര്യമില്ല, നിനക്കൊരു സങ്കേത നഗരമുണ്ട്, നിനക്കൊരു സങ്കേത നഗരമുണ്ട്. ഹല്ലേലൂയ. ആ സങ്കേത നഗരത്തിലാണ് നീ ആയിരിക്കുന്നതെങ്കിൽ പിന്നിൽ കടന്നു വരുന്ന സംഹാരനെ ഓർത്ത് നീ ഭയപ്പെടേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ നീ സുരക്ഷിതമായ സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. സുരക്ഷിത സ്ഥാനത്തായി എത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. എക്കണോമിക് ക്രൈസിസ് ആയിക്കൊള്ളട്ടെ, അത് ജോലിയിൽ നിന്ന് ആൾക്കാരെ പിരിച്ചുവിടുന്നു ആയിക്കൊള്ളട്ടെ, എന്തെല്ലാം ആണെങ്കിലും അതൊന്നും എനിക്കും ഒരു പ്രശ്നമല്ല. ഞാൻ ആയിരിക്കുന്ന ഒരു സുരക്ഷിത നഗരത്തിലാണ്, ഒരു സങ്കേത നഗരത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. എന്നെ അതിനെ തൊടുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. എന്നെ തൊടുവാൻ സാധ്യമല്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ മക്കൾ നാവോട് ഇത് പറഞ്ഞാട്ട്, എന്നോട് അവൻ അരുളി ചെയ്തതുപോലെ തന്നെ അവൻ ചെയ്യുമെന്ന് ഞാൻ പരിപൂർണമായി ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഞാൻ ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിക്കുന്നു. ദൈവം, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഒന്ന് നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പ്രവാചകന്റെ വാക്കല്ല നീ ധൈര്യമായിട്ട് പറയേണ്ടത്, ദൈവം നിനക്ക് തന്നെ